പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നു. അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ഒരു മകൻ പോലും ഒരു മകൾ പോലും കർത്താവ് ലജ്ജിക്കാൻ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരിച്ചുവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുവിലാല മുറിവിനെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിട ചൂടിയവനെ, കർത്താവേ, നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഈ ഭാരപ്പെട്ട മക്കള്, കർത്താവേ, ഇന്ന് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ വരിക ഞങ്ങൾ ആസ്പിക്കാൻ നടത്തിയ കർത്താവേ, നിന്റെ ആശ്വാസം അക്ഷരാർത്ഥത്തിൽ ഈ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ മക്കളെ അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ഏത് കാര്യത്തിന് വേണ്ടിയാണോ, ഏത് കാര്യത്തിന് വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പോഴും ഭാരപ്പെട്ടിരിക്കുന്നത്, ആ വിഷയത്തിന് കർത്താവ് ഇന്ന് രാത്രി 7 മണിക്കുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സാമ്പത്തിക വിഷയമാകാം, കോടതി കേസാകാം,
വസ്തു വിൽപ്പനയോ വാങ്ങലോ ആകാം, അല്ലെങ്കിൽ പ്രതീക്ഷ കൊണ്ടിരിക്കുന്ന കത്താകാം, അല്ലെങ്കിൽ ഒരു ഇമെയിലാകാം, അല്ലെങ്കിൽ ഒരു അനുവാദമാകാം. എന്താണ് ഈശോ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്? ആ തടസ്സമെല്ലാം 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തില് ഈശോ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. രോഗികള്, പീഡിതര്, മനപ്രയാസമുള്ളവര്, കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവര്, മക്കളെ ഓർത്ത് വേദി കൊള്ളുന്നവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, കർത്താവ് അവർക്കെല്ലാം കർത്താവേ നിന്റെ സാധ്യത നൽകിയ പുതിയ വഴി അവരെ കൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കർത്താവ് നീ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മക്കളില്ലാത്തവരെ, ഗർഭശിശുക്കൾക്ക് വൈകല്യം ഉണ്ടെന്ന് സ്കാനിങ് റിപ്പോർട്ട് വന്നവരെ, അവിടെ വയറിൽ കർത്താവ് നീ ഇപ്പം നിന്റെ തിരുവാർന്ന വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത ഉദരങ്ങളിൽ കർത്താവ് നിന്റെ കൈകൾ വെച്ചുകൊണ്ട് കർത്താവ് അവർക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. പീഡിതരെ, സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവരെ, കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, ഭീഷണിക്ക് വന്നിരിക്കുന്നവരെ, ഓരോരുത്തരും ഡേറ്റ് പറഞ്ഞതിന് ശേഷം കർത്താവ് അത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ വിക്ഷോഭങ്ങളിലേക്കും പോകുന്നവർ, അതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരെ കർത്താവിൻ്റെ കരുണ അവിടെ സ്ഥാപിക്കുകയും അതിനെല്ലാം അതിജീവിക്കാനുള്ള പുതിയ മാർഗങ്ങളെ കർത്താവ് കണ്ടുപിടിക്കുകയും കർത്താവ് ധൈര്യമായിരിക്കുക ഞാൻ നിന്നോട് കൊണ്ടുവന്നളിച്ച കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാകാൻ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിന്റെ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ നിന്നെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധ കുർബാനയിലേക്കൊരു പ്രാർത്ഥന ആമുഖം കൈമാറുമ്പോൾ പലപ്പോഴും കർത്താവ് അവിടുത്തെ ദൈവികമായ സത്യങ്ങൾ വെളിപ്പെടുത്താൻ വൈദികരെ ഉപകരണമാക്കാറുണ്ട്. അപ്പം എനിക്ക് കിട്ടിയ ഒരു ഉൾക്കാഴ്ച, ദൈവത്തെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവഗണിക്കരുതെന്നാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, ദൈവത്തെ നമുക്ക് അവഗണിക്കാൻ പറ്റുമോ, പിന്നെ നമുക്ക് അവഗണിച്ച് ജീവിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല. പല നമ്മുടെ നിലപാടുകളിലൊക്കെ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം അല്ലെങ്കിൽ പ്രാധാന്യം നമ്മൾ കൊടുക്കാതെ മറ്റ് വിഷയങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. എന്താ കണ്ടത്? ജെറമ്യാ കണ്ടില്ലേ? 2:13 എന്തെന്നാൽ എന്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. അതാണ്, അത് തിന്മയാണെന്നാ പറയണത്. ദൈവത്തെ അവഗണിക്കണത് തിന്മയാണെന്നാ പറയണത്. 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. അപ്പൊ ഇതിനെ ദൈവത്തെ അവഗണിക്കണത് തിന്മ എന്നാണ് ബൈബിള് അടയാളപ്പെടുത്തുന്നത്. ഇതൊരു ഘോരമായ തിന്മയായതുകൊണ്ടാണ് ഈശോ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമ്മളോട് പ്രാർത്ഥിച്ചത്. അപ്പൊ ദൈവത്തെ അവഗണിക്കുന്നതിൽ നിന്ന് കൂടി നമ്മളെ രക്ഷിക്കണമെന്ന് അർത്ഥം അതിനുണ്ട്. മത്തായി 6:13 ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്റെ ജനം 2 തെറ്റുകൾ ചെയ്തു, 2 തിന്മകൾ ചെയ്തു. ഒന്ന്, ജീവന്റെ ഉറവയായി എന്നെ അവർ ഉപേക്ഷിച്ചു. പകരം ജനം സൂക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വലിയ വെളിപാടെന്താണ്? ജനം സൂക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപ സൂക്ഷിക്കുക. അപ്പൊ നമ്മൾ എന്തെങ്കിലും സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ അത് പൊന്നോ പണമോ ആരോഗ്യമോ അതിനേക്കാളെല്ലാം
ദൈവം ഉദ്ദേശിക്കുന്നത് കൃപ എന്ന് പറയുന്ന ദൈവശക്തി സൂക്ഷിക്കണമെന്നാണ്. നമ്മൾ കൃപ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ശക്തി സൂക്ഷിക്കുന്നതിനാണ് ഒന്നാമത്തെ നടപടിക്രമം. എന്താണ്? ദൈവത്തെ അവഗണിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എങ്ങനെയാണ് അവഗണിക്കുന്നത്? അപ്പം നിങ്ങൾ ഉദാഹരണത്തിന് ദൈവത്തെ നമ്മൾ അവഗണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ ഇപ്പം ഞായറാഴ്ച നമ്മൾ രാവിലെ തന്നെ ട്യൂഷന് പോകത്തില്ല. എന്നിട്ട് പിന്നെ വൈകുന്നേരം കുർബാന കൂടാമെന്ന് പറയും. എന്നിട്ട് ചിലർ വന്ന് കുർബാന കൂടിയതും കൂടാത്തതും കണക്കാക്കി സന്ധ്യ കുർബാനയ്ക്ക് വൈകുന്നേര കുർബാനയ്ക്ക് പുറത്തു നിന്നിട്ട് പോകും. അപ്പോൾ ഇതൊക്കെ ഫലത്തിൽ വരാൻ പോണത് അവഗണനയായിട്ടാണ് വന്നത്. ദൈവത്തെ അവഗണിക്കുന്നത് തുല്യമാണ്. കുർബാന നീ മുഴുവൻ കൂടിയ എന്നതിനേക്കാൾ ഉപരി ഒരു ബൈ ദ വെരി ആക്ട് കൊണ്ട് നീ ദൈവത്തെ അവഗണിച്ചു, അബാൻഡൻ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു കാരണവശാലും ഞാൻ നിന്നെ അവഗണിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹെബ്രായർ 13:5. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ വിഷയം എന്ന് പറയുന്നത്, അവിടുന്ന് അങ്ങനെ പറഞ്ഞു പോയാൽ പിന്നെ ഇത് നമ്മളിൽ നിന്നും അതുപോലെ പ്രതീക്ഷിക്കും. ഞാൻ നിന്നെ ഒരു കാരണവശാലും അവഗണിക്കത്തില്ല. അതാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു അനുസ്യൂതമായിട്ടുള്ളതാണത്. അപ്പൊ അനുസ്യൂനത എന്ന് വേണേൽ പറയാം. അപ്പൊ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല്, അതുപോലെ നമ്മളിൽ നിന്നും ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു കാരണവശാലും നമ്മളും ദൈവത്തെ അവഗണിക്കരുത്. ട്യൂഷനായാലും ജോലി ആയാലും വേറെ എന്തെങ്കിലും നടപടി ആയാലും ശരി. അപ്പം ചില ആൾക്കാർ ഒരു കോംപ്രമൈസും ചെയ്യത്തില്ലല്ല. കുർബാനയുടെ കാര്യത്തിലായാലും കുടുംബ പ്രാർത്ഥനയുടെ കാര്യത്തിലായാലും ഒരു കോംപ്രമൈസും ചെയ്യത്തില്ല. കുടുംബ പ്രാർത്ഥനകളിലൂടെയാണ് ആദ്യത്തെ അവഗണന വരാൻ പോണത്. പതുക്കെ അത് കുർബാനയിലേക്ക് കയറി പിടിക്കും. പിന്നെ കുർബാനയിൽ നിന്നും കുടുംബ പ്രാർത്ഥനയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ആധ്യാത്മിക ജീവിതത്തിന് പ്രവർത്തിക്കുന്ന ദൈവാത്മാവിനെ അവഗണിക്കും. അങ്ങനെ പതുക്കെ അവഗണിച്ച് പോകും. പക്ഷെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു കാരണവശാലും ഞാൻ നിങ്ങളെ അവഗണിക്കത്തില്ലെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും എന്നെ അവഗണിക്കരുതെന്ന് തന്നെയാണ് ഓരോ വചനത്തിനും ദൈവത്തിൻ്റെ ഒരു ഉൾവചനം എന്ന് പറയണത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തെ അവഗണിക്കുന്ന അനുസരിച്ച് കൊണ്ട് ദൈവത്തിൻ്റെ അവഗണന നമുക്ക് ദൈവം അവഗണിക്കത്തില്ലെങ്കിൽ പോലും നമുക്ക് ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം അനുഭവവേദ്യമല്ലാതായി വരുന്ന ഒരു അവസ്ഥ വരും. എന്ന് വെച്ചാൽ ഫലത്തിൽ അവഗണിച്ച കൂടിയാവും. ദൈവം അവഗണിക്കുന്നില്ല, ദൈവം പരിഗണിക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് മനസ്സിലാവാത്ത, അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇങ്ങനെ ഒരു അരാജകത്വം പിടിച്ച അവസ്ഥയിലാണെങ്കിൽ നിനക്ക് ഈ നോൻപ് കാലത്ത് തിരിച്ചു നടക്കാനും അനുദപിക്കാനും സമയമായി. ദൈവനാമത്തിന് സ്തുതി. മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി. എൻ്റെ പേര് ലിജി. ഞാൻ അങ്കമാലിയിലാണ് എൻ്റെ വീട്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഓസ്ട്രേലിയയിൽ വാഗയിലാണ്. എനിക്ക് 2023 നവംബറിൽ പെട്ടെന്നൊരു സർജറി വേണ്ടി വന്നു. ബവൽ ഒബ്സ്ട്രക്ഷൻ കാരണമായിരുന്നു. ആ സർജറിയുടെ റിസൾട്ട് വന്നത് പോസിറ്റീവ് ക്യാൻസർ എന്നായിരുന്നു. അപ്പോൾ ഭയങ്കര വിഷമമാകുകയും വീട്ടിലുള്ളവരോട് വിളിച്ചു പറയുകയും, അപ്പോൾ ചേച്ചി കൃപാസനം മാതാവിൻ്റെ അടുത്ത് എന്നും വരാറുണ്ടെന്നറിയാം, ചേച്ചിയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ പോസിറ്റീവായ ക്യാൻസറിന് കീമോതെറാപ്പി വേണമെന്നും 12 സൈക്കിൾ 6 മാസത്തോളം കീമോതെറാപ്പി വേണമെന്നും പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ചേച്ചി ഉടമ്പടി എടുക്കും. ചേച്ചി അതിനുശേഷം അയച്ചു തന്ന സാക്ഷ്യം കാണുകയും
ജോസഫ് അച്ഛൻ്റെ ധ്യാനം ഞങ്ങൾ കുടുംബത്തോടൊപ്പം കേൾക്കുകയും മാതാവിനോട് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾ കൊന്ത ചെല്ലും, എന്നാലും ഇതൊരിച്ചിരി എല്ലാ കാര്യങ്ങളിലും നമ്മൾ പുറത്തൊക്കെ ആയിരിക്കുമ്പോൾ തിരക്കുണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരിച്ചിരി കൊന്ത ചെല്ലാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് എല്ലാം മാറ്റിവെച്ച് ഒന്നിച്ചിരുന്ന് കൊന്ത ചെല്ലാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. അങ്ങനെ ഇത് ഹസ്ബൻഡിൻ്റെ പെങ്ങളാണ്, ചേച്ചിയാണ് കൃപാസനത്തിൽ വരികയും എന്നും പ്രാർത്ഥിക്കുകയും എല്ലാവരോടും മാതാവിനെക്കുറിച്ച് പറയുകയും ചെയ്യുമായിരുന്നു. ചേച്ചി ഉടമ്പടി എടുത്തു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു മാതാവ് കാത്തോളും, ഒരു കുഴപ്പമില്ല, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ എനിക്ക് നല്ല വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഫോളോ അപ്പ് ചെയ്ത് കീമോതെറാപ്പി കഴിഞ്ഞ് ഫോളോ അപ്പ് ചെയ്ത് പെറ്റ് സ്കാനിൽ അബ്ഡോമിനൽ മെറ്റസ്റ്റാസിസ് എന്ന റിസൾട്ടാണ് വന്നത്. ഓങ്കോളജിസ്റ്റ് പറഞ്ഞു ഒന്നും ചെയ്യാനില്ല ചേച്ചി, ഇനി ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം വന്ന റിസൾട്ടാണിത്, ഒന്നും ചെയ്യാനില്ല, സർജറി ഒരു ഓപ്ഷനേ അല്ല. കൊളോണോസ്കോപ്പിക്ക് ആഴ്ച തന്നെ ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു. കൊളോണോസ്കോപ്പി ഒന്നും ചെയ്യേണ്ട ഒരു കാര്യവുമില്ല, കൊളോണോസ്കോപ്പി ചെയ്യാനുള്ള ഡോക്ടറെ കണ്ടിട്ട് പറയുക ഒന്നും ചെയ്തിട്ടൊരു കാര്യവുമില്ല, അത് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊളോണോസ്കോപ്പി ചെയ്യുന്ന ഡോക്ടറുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ഇതുപോലത്തെ ഇതിന് മുന്നേ വന്നേക്കുന്ന ഒരു കേസ് സിഡ്നിയിൽ ഉള്ളൊരു ഡോക്ടറിന് റെഫർ ചെയ്തിട്ടുണ്ട്, ആ ഡോക്ടറുമായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് പറയാം, എന്തായാലും നമുക്ക് കൊളോണോസ്കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നും പ്രാർത്ഥിക്കുകയും സാക്ഷ്യം കേൾക്കുകയും ചേച്ചി അയച്ചു തരുന്ന എല്ലാം കേൾക്കുകയും ഓസ്ട്രേലിയയിൽ വളരുന്ന പിള്ളേരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിനുശേഷം ഈ കൊളോണോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് മാതാവിനോട് കൊന്ത ചൊല്ലിക്കൊണ്ട് അവിടെ ഇരുന്ന് മാതാവെ കാത്തോളണമേ എന്ന് പറഞ്ഞ് കൊന്ത പിടിച്ചുകൊണ്ടാണ് കൊളോണോസ്കോപ്പി പോയത്. ആ കൊളോണോസ്കോപ്പിയിൽ ആ ഡോക്ടറിന് സ്കോപ്പ് കയറ്റാൻ പറ്റിയില്ല, അത്രയേറെ മാസ് അബ്ഡോമിനലുള്ളതുകൊണ്ട് ബവൽ ചെറുതായി പോയതുകൊണ്ട് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ കേസ് സിഡ്നിയിലെ ഡോക്ടറിനെ റെഫർ ചെയ്യുകയും പെട്ടെന്ന് പിറ്റത്തെ ആഴ്ച തന്നെ ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി ചെയ്തതിന് ശേഷം വലിയൊരു സർജറി വേണം, 10 മണിക്കൂറോളം നിൽക്കും. അതുവരെ ഇടയ്ക്ക് ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു, ജോലിയൊക്കെ ഇത് ചെയ്യണം, എത്ര നാളത്തോട്ട് അതിന് റിക്കവറി ഉണ്ടാകുമെന്നൊന്നും അറിയില്ല, എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ് എല്ലാം ചെയ്തു, ഡേറ്റ് പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിയോട് വീണ്ടും പറയുകയും ചേച്ചി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വേറൊരു പ്രതിസന്ധി ഉള്ളത്, ഈ ഞങ്ങൾ വർക്ക് ചെയ്യുന്നിടത്തു നിന്ന് 4 മണിക്കൂർ മാറി ഉള്ള സ്ഥലത്താണ് സർജറിക്ക് പോകേണ്ടത്. അപ്പം പിള്ളേരെ ഞങ്ങൾക്ക് 18, 17, 13 വയസ്സുള്ള പിള്ളേരാണ്, പിള്ളേരെ എവിടെ ആക്കുമെന്നൊരു വിഷമമുണ്ട്. മാതാവിനോട് മുറുകെ പ്രാർത്ഥിച്ചുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞപ്പം ചേച്ചി പെട്ടെന്ന് തന്നെ അവിടേക്ക് വരാമെന്ന് പറയുകയും എല്ലാ വിസയും പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്തു. ചേച്ചി വന്നപ്പോൾ ചേച്ചി ഉടമ്പടിയുടെ തൈലവും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പ്രാർത്ഥനാ പുസ്തകവും തിരിയും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും വയറിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചെല്ലുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഡേറ്റ് കിട്ടിയില്ല, സർജറിക്കുള്ള ഡേറ്റ് പെട്ടെന്നൊന്നും കിട്ടിയില്ല. ഓഗസ്റ്റ് 2024 പകുതിയോടെയാണ് ഡയഗ്നോസ്റ്റിക് ടാപ്പ് ചെയ്തത്. അതിനുശേഷം ഡേറ്റ് കിട്ടാതെ ഇങ്ങനെ വിഷമിച്ചു. ഇത് പെട്ടെന്ന് ഒരു ഫുൾ കോഴ്സ് 12 കീമോതെറാപ്പി കഴിഞ്ഞിട്ടും ഇങ്ങനെ വന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇനി എങ്ങോട്ടൊക്കെയാണ് ഇത് പോകുന്നത്, മാതാവെ രക്ഷിക്കണേന്ന് എന്നും വിളിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ചേച്ചി വന്നതിന് ശേഷം ഹസ്ബൻഡ് ഉടമ്പടി എടുത്തുവന്ന് അവർ തമ്മിലുള്ള ഒരു സംസാരത്തിൽ നിന്ന് ഞാൻ കേൾക്കുകയും ഹസ്ബൻഡ് ഉടമ്പടി എടുത്തതിനാണ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും ദുഃഖം ആണല്ലോ എന്നോർത്ത് ഞാനും ഉടമ്പടി എടുക്കുകയും ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു. അങ്ങനെ ഉടമ്പടി എടുത്ത ഒരു ദിവസം ആ ആഴ്ച തന്നെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു സുഗന്ധം തൈലത്തിന് മണം വരികയും എപ്പോഴും എനിക്ക് ഡോക്ടറുടെ ഒരു ഇതും വന്നിട്ടില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എന്തെങ്കിലും ഒന്ന് പറയും. ചേച്ചി വന്നു, ചേച്ചിക്ക് ആകെ മാക്സിമം 4 ആഴ്ച നമ്മുടെ കൂടെ നിൽക്കാനുള്ളൂ, അതിനുള്ളിൽ സർജറി നടന്നില്ലെങ്കിൽ പിള്ളേരുടെ കാര്യം പിന്നെയും അവതാളത്തിലാവുകയെന്ന് പറയുകയും അപ്പോൾ തന്നെ ഒരു പ്രൈവറ്റ് നമ്പറിൽ നിന്ന് ഫോൺ വരികയും രാത്രി 9 മണിയായിരുന്നു. രാത്രി 9 മണിക്കൊന്നും നമ്മളാരും ഇത് കൺസൾട്ടേഷൻ ഡോക്ടർ വിളിക്കണമെന്നൊന്നും കേട്ടിട്ടില്ല. പക്ഷേ അത് കൺസൾട്ടേഷൻ ഡോക്ടറായിരുന്നു. ഒക്ടോബർ 1-ാം തീയതിയിലോട്ട് ഡേറ്റ് തരികയും തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒക്ടോബർ 1-ാം തീയതി എന്ന് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഒരു ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് വീണ്ടും പറഞ്ഞു, മാതാവ് എല്ലാവർക്കും ഈ ഒക്ടോബർ 1-ാം തീയതിയോടെ എന്തോ ഒരു വിഷമം, എനിക്ക് വേറൊരു ഡേറ്റ് എങ്ങനെയും തരാമോ, അടുപ്പിച്ച് തന്നെ എന്ന് പറഞ്ഞപ്പോൾ ആ ആഴ്ച തന്നെ ഒരു
ഒരു ഫോൺ കോളും കൂടി വന്നു, ഒരു 30 വയസ്സുള്ള കുട്ടിക്ക് പെട്ടെന്ന് സർജറി വേണം, അതുകൊണ്ട് അത് എൻ്റെ കേസിനേക്കാളും വളരെ കോംപ്ലിക്കേറ്റഡ് കേസാണ്, അതുകൊണ്ട് ആ ഡേറ്റ് അവർക്ക് കൊടുക്കുവാണ്. ഒക്ടോബർ 10-ാം തീയതി ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മാതാവിനോട് ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു. എല്ലാ ദിവസവും ഞങ്ങൾ തൈലം പൂശുകയും ധ്യാനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ചേച്ചി മുഴുവൻ നേരവും മക്കളോട് കൂടി ഉണ്ടായിരിക്കുകയും എല്ലാം പ്രാർത്ഥിക്കുകയും ചെയ്തു. സർജറി ചെയ്ത് കഴിഞ്ഞപ്പം 500 കേസ് ചെയ്തിട്ടുള്ള ഡോക്ടറാണ് ചെയ്തത്. ഒരു 18 പീസോളം അബ്ഡോമിനിൽ നിന്ന് അവർ ക്യാൻസർ സെൽസ് എന്ന് തോന്നിയ ഭാഗങ്ങൾ മാറ്റി. പക്ഷേ എൻ്റെ മനസ്സിൽ അന്നേരവും ഞങ്ങളെല്ലാവരും ഉറച്ചു വിശ്വസിച്ചു ഇത് ക്യാൻസർ ഇനി ഉണ്ടാവില്ല, ഒരു ഇൻഫ്ലമേഷൻ ആയിരിക്കും, മാതാവ് ഞങ്ങളെ രക്ഷിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചു. ആ റിസൾട്ട് വന്ന് ഡോക്ടർ സർജറി കഴിഞ്ഞ് റിസൾട്ട് പറയാൻ വേണ്ടി വന്നത് ഇതൊരു അത്ഭുതമാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഡോക്ടർ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു അത്ഭുതമാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഞാൻ കാണുന്നത്. ഒരു സെല്ല് പോലും ക്യാൻസർ ആണെന്ന് പറഞ്ഞില്ല, എല്ലാം നോ എവിഡൻസ് ഓഫ് ക്യാൻസറസ് സെൽസ് ഓഫ് 18 പീസസ്, അതാണ് റിസൾട്ട് വന്നത്. അതോടൊപ്പം തന്നെ മാതാവിന് ഞാൻ ദർശിക്കുന്ന മാതിരി ഒരു അനുഭവം. ഈ സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം വെന്റിലേറ്ററിൽ നിന്ന് അവരെടുത്ത് കഴിഞ്ഞപ്പോൾ ICUലായിരുന്നു. മയങ്ങി പോകുമ്പോൾ വേറെ ഒന്നും ഓർമ്മയില്ല, എന്തൊക്കെയോ ഒരു മഞ്ഞ കളറുള്ള കുറച്ച് സാധനങ്ങളും ഒരു നീല കളറും മാത്രം എനിക്ക് കാണാം. എനിക്കൊന്നും മനസ്സിലായില്ല ഇതെന്താണെന്ന്. അതിനുള്ള അനസ്തേഷ്യയൊക്കെ തന്ന അതിനുള്ള ഒന്നും തോന്നിയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് കൃപാസന മാതാവ് എന്നോടൊപ്പം ആയിരുന്നതാണ്, എന്നെ കാത്തു പരിപാലിക്കുന്നതാണെന്ന്. അതുപോലെ സർജറിക്ക് കയറിയപ്പോൾ മാതാവിൻ്റെ കൊന്തയും മാതാവിൻ്റെ ചേച്ചി കൊണ്ടുവന്ന് ഉടമ്പടി വെച്ച കാശുരൂപവും എല്ലാം കൂടെ കൊണ്ടുപോകാനും മാതാവ് ഓരോ നിമിഷവും ആദ്യത്തെ സർജറിയിൽ ചെയ്തിരുന്ന കൊളോസ്റ്റമി റിവേഴ്സ് ചെയ്യാനും എല്ലാം ഡോക്ടർ 12 മണിക്കൂറോളം അവരെ സഹായിച്ച് എല്ലാം ഒരു കുഴപ്പമില്ലാതെ നടത്തി തന്നു. അതിനുശേഷം ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ജോലിക്ക് പാർട്ട് ടൈം കയറാൻ തുടങ്ങി. ഇപ്പം ഫുൾ ടൈം ജോലിയാണ്. അങ്ങനെ ദൈവനാമത്തിന് നന്ദി, മാതാവിന് ഒത്തിരി നന്ദി. എന്നെ കൃപാസന മാതാവിൻ്റെ ഭക്തിയാണ്. കൊന്ത ചെല്ലാറുണ്ട്, 25 കൊന്ത ചൊല്ലി ഞാൻ പല കാര്യങ്ങളും നേടിയിട്ടുണ്ട്. പക്ഷേ ഈ 2ാമത്തെ റിപ്പോർട്ട് വന്നപ്പോൾ എന്നോട് ആൾക്കാർ ചോദിച്ചു ഈ മാതാവ് കൂടെ ഉണ്ടായിരുന്നിട്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചു. പക്ഷേ കൃപാസന മാതാവ് എന്നെ കൈവിട്ടില്ല, മാതാവിൻ്റെ കൂടെ തന്നെ വന്നു ചേച്ചിയിലൂടെ. അങ്ങനെ ഞങ്ങളുടെ കുടുംബം ഇപ്പോൾ സന്തോഷത്തിലാണ്. അതിനുശേഷം ഞങ്ങൾക്ക് വീണ്ടും വളരെയേറെ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരുണ്യ പ്രവൃത്തി ചെയ്തത് ദാനധർമ്മം ചെയ്യുകയും രോഗികളോട് യേശുവിനെക്കുറിച്ച് നമ്മൾ ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പുറത്തുള്ളവരുടെ വിചാരം നമ്മളെല്ലാവരും യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോയെന്ന് അവർക്കറിയില്ല. അപ്പോൾ യേശുവിലാണ് വിശ്വാസം. യേശുവാണ് എൻ്റെ ദൈവം, മാതാവാണ് എൻ്റെ. ഞാൻ കൊന്ത ഇട്ടുകൊണ്ട് നടക്കാറുണ്ട്, കൊന്ത കൈച്ചെയിനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അന്നേരം എല്ലാം അവർ മാതാവിൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കുകയും അവർ നമ്മളോടൊപ്പം തന്നെ മാതാവിൽ വിശ്വസിക്കുകയും ചെയ്യും. അവർക്കും അത് ഒരു അനുഭവമായിരുന്നു. അവരുടെ ദുഃഖങ്ങളിലും ഇത് ചെയ്തു. പിള്ളേർക്കാണേലും വിശ്വാസത്തിൽ ഉറച്ചു വിശ്വസിക്കാനായിട്ട് സഹായിച്ചു. പിന്നീട് ഞാനൊരു ലൈറ്റ് ക്യാൻഡിൽ എടുത്തിട്ടുണ്ട്. എൻ്റെ ചേച്ചിക്ക് ഒരു കുഴപ്പമില്ലാതെ എന്നെ വന്ന് നോക്കിയ ചേച്ചിക്ക് ഇത് ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോഴാണ് ആ മാതാവും അതും എല്ലാം ഒരു കുഴപ്പമില്ലാതെ അവളും എൻ്റെയോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ നിൽക്കാനായിട്ട് മാതാവ് അനുഗ്രഹം തന്നു. 2 വർഷത്തിനുള്ളിൽ 2 അനുഭവങ്ങളും ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും മാതാവ് ഞങ്ങൾക്ക് തന്നു. ദൈവകുമാരനും നന്ദി, മാതാവിനും നന്ദി. ഈ പുണ്യാൽത്താരയിൽ വന്ന് നിന്ന് ഈ സാക്ഷ്യം പറയാൻ അവസരം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോപ്പായ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ വീട് അങ്കമാലി കിടങ്ങൂർ ഇൻഫന്റ് ജീസസ് ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ജിസ ബേബിച്ചൻ. എനിക്ക് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലൊരു ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നു. ഇവിടെ അടുത്ത് പോയി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഒരു സ്കാൻ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല, എല്ലാം ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. എപ്പോഴും മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കീമോ ചെയ്താലും ഞാനൊക്കെ സ്റ്റേണായിരുന്നു. പെട്ടെന്ന് ക്യൂറായി. ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥന സഹായം അപേക്ഷിച്ചിരുന്നു. എല്ലാത്തിനും അമ്മ നൽകിയ അനുഗ്രഹങ്ങൾക്ക് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. 1 ദിനവൃത്താന്തം 5:20. ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. ലിജി എന്ന ഈ സഹോദരിയും ജസി എന്ന സഹോദരിയും അമ്മ മാതാവിൻ്റെ ശക്തമായ സംരക്ഷണയിൽ ഈ മക്കൾക്ക് ലഭിച്ച വലിയ രോഗസൗഖ്യത്തെ സന്തോഷത്തോടുകൂടി ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ലിജിയുടെ രോഗക്ലേശങ്ങളെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. ആദ്യം ഒരു പരിശോധനയിൽ ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചികിത്സ തുടങ്ങുന്ന വ്യക്തി പിന്നീട് വല്ലാത്ത വിധത്തിൽ കൂടിപ്പോകുന്ന സാഹചര്യങ്ങൾ, അത് സഹോദരി സൂചിപ്പിച്ചു. 18 സാമ്പിളുകൾ
18 ഇൻറ്റേർണൽ ഓർഗൻസിൽ നിന്നായിട്ട് കളക്ട് ചെയ്തുകൊണ്ട് അത് ക്യാൻസറസ് എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഡോക്ടർമാർ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും ആധുനികമായ രീതിയിലുള്ള ഓപ്പറേഷൻ, ഏറ്റവും പ്രാപ്തിയുള്ള ഡോക്ടർ, പുള്ളി ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള 500 സർജറി ചെയ്ത വിദഗ്ധൻ. അദ്ദേഹം ഈ സർജറി ചെയ്യുന്ന സമയം മുഴുവനും അധികമൊന്നും പ്രതീക്ഷ വേണ്ട എന്നതാണ് ശരിക്കും ഇവർക്ക് കൈമാറിയിരുന്ന മുഴുവൻ സന്ദേശവും. സഹോദരി പറയുന്നുണ്ട്, ഓസ്ട്രേലിയയിലായിരിക്കുമ്പോൾ ഇവിടെ കൂടെയുള്ള മൂത്ത ചേച്ചിയാണ് ഉടമ്പടി എടുക്കുന്നത്. ചേച്ചിയാണ് പിന്നീട് നാട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് സഹോദരിയെ ശുശ്രൂഷിക്കുവാൻ പോകുന്നത്. നേർച്ചവസ്തുക്കളെല്ലാം നിരന്തരം കൊടുത്തുകൊണ്ട് പൂർണ്ണമായ ശരണത്തിലും വിശ്വാസത്തിലും അമ്മയുടെ തിരുനടയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ചേച്ചിയെ കൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുപ്പിച്ചു. അങ്ങനെ അച്ഛൻ്റെ ധ്യാനം കൂടിയും അമ്മയുടെ അരികിൽ നിരന്തരമായി പ്രാർത്ഥന സമർപ്പിച്ചും രാവിലെ ഡെയിലി ബ്രെഡിൽ നിരന്തരമായി പങ്കുചേർന്നുകൊണ്ടും രണ്ടുപേരും രോഗത്തിൻ്റെ പൂർണ്ണമായ സൗഖ്യത്തിന് വേണ്ടിയാണ് ആ നാളുകളിൽ പ്രാർത്ഥിച്ചത്. എല്ലാവരും ക്യാൻസർ എന്ന് ഉറപ്പിച്ച വളരെ ഗുരുതരമായി 13 മണിക്കൂറോളം 10 മണിക്കൂറിലേറെ ഓപ്പറേഷൻ ചെയ്ത കേസാണിത്. ആ കേസിലാണ് ഡോക്ടർ തന്നെ തിരികെ വന്ന് അത്ഭുതത്തോടുകൂടി ഈ രോഗിയോട്, ലിജിയോട് പറയുന്നത്, എൻ്റെ ഇത്രയും നാളുള്ള ഈ വൈദ്യ ജീവിതത്തിൽ ഇതാദ്യത്തെ ഒരു അനുഭവമാണ്. ഇത്രയും ഉറപ്പിച്ച് ചെയ്തൊരു ഓപ്പറേഷൻ ഒരു കുഴപ്പവുമില്ലാതെ ക്യാൻസറസിൻ്റെ ഒരു സെല്ല് പോലും ഇല്ലെന്ന് എല്ലാ സാമ്പിളും 18 സാമ്പിളും ഒരുപോലെ പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് കിട്ടുന്നത്. എന്നിട്ട് ലിജി പറയുന്നുണ്ട്, എന്നിട്ട് ചോദ്യം, നിങ്ങൾ എവിടെയാണ് ആശ്രയിച്ചത്, എന്താ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്? ഉടനെ ലിജി കൃപാസനം പ്രാർത്ഥനാ പുസ്തകം കാണിക്കുമ്പോൾ ഡോക്ടർ അതിൻ്റെ പ്രകൃവശം ഇംഗ്ലീഷിൽ എഴുതിയിരുന്നത് മൊത്തം വായിച്ചുകൊണ്ട് അത് ഗുഡെന്നും അത് അമേസിംഗ് എന്നും പറഞ്ഞുകൊണ്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്തത് കൃത്യമായി ലിജി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇത് നമുക്ക് മാനുഷികമായ ബുദ്ധിയിൽ ജീവിതം തന്നെ ഏറ്റവും ഗുരുതരമായി, ദയനീയമായി, രോഗം കൊണ്ട് മുന്നോട്ടിന് യാത്രയില്ലാത്ത വിധം ജീവിതം ദുസ്സഹമായി തീരുമ്പോഴും അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ച് ഉടമ്പടി ഉപ്പ് ഉള്ളിൽ ആഹരിച്ചുകൊണ്ട് കൃത്യമായി അമ്മയുടെ കരങ്ങളിലേക്ക് എൻ്റെ കർത്താവിൻ്റെ തിരുരക്തത്തിന് സൗഖ്യപ്പെടുത്തുവാനാവാത്തതായി ഒന്നുമില്ല, എൻ്റെ അമ്മ മാതാവിന് അറിയാത്തതായി ഒന്നുമില്ല, ഈ ലോകത്തിൽ ആരെന്ത് ചെയ്യുന്നുവോ അതിനപ്പുറം എൻ്റെ ഈശോയെ കൊണ്ട് ചെയ്തു തരുവാൻ എൻ്റെ അമ്മ മാതാവിന് സാധിക്കുമെന്ന പൂർണ്ണമായ ശരണവും വിശ്വാസവുമാണ് ജീവിതം ദയനീയമായി രോഗക്കിടക്കയിലായ നാളുകളിൽ ഈ സഹോദരിയെ കൃപാസന മാതാവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുവാനും ആ ചികിത്സയുടെ മുഴുവൻ നാളുകളിലും അമ്മയോട് ചേർന്നുകൊണ്ട് ഈ ക്യാൻസർ എന്ന രോഗത്തിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം ഒരു സിമ്പിൾ എലമെൻ്റ് പോലും ഇല്ലാതെ സഹായിക്കണമെന്ന് കരുതി പ്രാർത്ഥിച്ച് അത് അനുഗ്രഹവും സൗഖ്യവുമായി തീർന്നതിനെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, നാം അമ്മയുടെ അരികിലേക്ക് എത്ര വലിയ ഭാരത്തോടും എത്ര വലിയ തകർച്ചയോടും തീരാവ്യാധിയോടും കൂടിയാണ് വരുന്നതെങ്കിലും അമ്മയുടെ കരങ്ങളിൽ ശരണപ്പെട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയും വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും നമുക്ക് ഉപകാരപ്പെടും, അനുഗ്രഹമാകുമെന്ന ബോധ്യത്തോടു കൂടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്താൽ അമ്മ മാതാവ്, പ്രത്യക്ഷീകരണ മാതാവ്, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത് ലോകത്തിന് മനസ്സിലാവാത്തത് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ലാസറിനെ ഉയർപ്പിച്ചവൻ, തളർവാദ രോഗിയുടെ കാലുകൾക്ക് കുതിപ്പ് കൊടുത്തവൻ, നമ്മുടെ ജീവിതത്തിനും പുതിയ പ്രഭാതം, പുതിയ പ്രകാശം, പുതിയ കരുത്ത് നൽകിക്കൊണ്ട് ഞാൻ കൂടെയുണ്ട് എന്ന് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഈ വലിയ രോഗസൗഖ്യത്തിന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ സഹോദരിയുടെ ക്ലേശകാലത്ത് ദൈവം നൽകിയ വലിയ അനുഭവങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് നന്ദി. യേശുവേ സ്തുതി. ദൈവമഹത്വത്തിനായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയാൽ ഈശോയിലൂടെ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഞാനിന്നിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ പേര് ഷിബു ചെറിയാൻ. ഞാൻ കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ ഇടവകാംഗമാണ്. ഇതെൻ്റെ വൈഫ് രമ്യ. ഞാൻ 2025 ഏപ്രിൽ 29 ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ബന്ധുക്കളിൽ നിന്ന് അറിഞ്ഞാണ് ഞാൻ ഇവിടെ കൃപാസനത്തെക്കുറിച്ച് അറിയുകയും 2019 മുതൽ ഞാനിവിടെ വന്ന് മാതാവിൻ്റെ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ഞാനിത് 2 പ്രാവശ്യം ഉടമ്പടി ഇത് കഴിഞ്ഞ് പുതുക്കിയിട്ടുണ്ട്. എനിക്ക് ഉടമ്പടിയിൽ നിയോഗമായി വെച്ചതിൽ ആദ്യമായി ലഭിച്ച അനുഗ്രഹം എൻ്റെ രോഗസൗഖ്യമാണ്. 2024 ജൂലൈ ലാസ്റ്റ് വീക്കിൽ എനിക്കൊരു ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന പനി ഉണ്ടാവുകയും ആ പനിക്ക് ശേഷം എൻ്റെ സ്മെല്ലും ടേസ്റ്റും പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്തു. 3 മാസത്തോളം വെയിറ്റ് ചെയ്തിട്ടും യാതൊരു പ്രോഗ്രസ്സും ഉണ്ടായില്ല. ഞാൻ പല ഡോക്ടേഴ്സിനെ മാറി മാറി കാണുകയും
പല വിധത്തിലുള്ള നേസൽ സ്പ്രേസും പല മെഡിസിൻസും ഞാൻ ടാബ്ലറ്റ്സും യൂസ് ചെയ്യുകയും ചെയ്തു. എന്നാൽ യാതൊരുവിധ ഇമ്പ്രൂവ്മെൻറ്റ്സും ഉണ്ടായില്ല. ഞാൻ അതിനുശേഷം ഞാൻ ഉടമ്പടി പുതുക്കിയ ശേഷം മരുന്ന് പൂർണ്ണമായി ഉപേക്ഷിക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലും മരിയൻ ഉടമ്പടി പ്രാർത്ഥനയിലും വിശുദ്ധ തൈലം ഞാൻ എൻ്റെ നാവിലും മൂക്കിലും പുരട്ടുകയും വിശ്വാസത്തോടുകൂടി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി 1 മാസത്തോളം ഞാൻ അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് പൂർണ്ണമായി എൻ്റെ സ്മെല്ലും നെയ്സും നഷ്ടപ്പെട്ടത് എനിക്ക് തിരികെ ലഭിച്ചു. ഇത് ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥ ഞാൻ യാചിച്ച് നേടിയ അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു. അടുത്തതായി ജപമാല റാലിയിലൂടെ 2025 ഒക്ടോബർ മാസം നടന്ന ജപമാല റാലിയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ഒരു അനുഗ്രഹമാണ്. 2022 ഒക്ടോബറിൽ എൻ്റെ വൈഫിന് UK നേഴ്സായി ജോലി ലഭിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തിക്ക് 8 ലക്ഷം രൂപ ഞങ്ങൾ ബാങ്ക് ട്രാൻസ്ഫർ ത്രൂ കൊടുക്കുകയും 1 വർഷം വരെ കാത്തിരുന്നിട്ടും ജോലി ലഭിക്കുകയോ പണം തിരികെ ലഭിക്കുകയോ ചെയ്യാതെ ഞങ്ങൾ കബളിപ്പിക്കപ്പെടുകയും ചെയ്തു. ഈ വ്യക്തിയുടെ അടുത്ത് ഞങ്ങൾ ഒരുപാട് തവണ പണം തിരികെ ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ ജോലി ലഭിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ട് യാതൊരുവിധ നടപടികളും ഉണ്ടായില്ല. ഈ വ്യക്തി ബേസിക്കലി ഒരു മലയാളിയാണെങ്കിലും ഇപ്പോൾ ബ്രിട്ടീഷ് സിറ്റിസൺ ആണ്. അതിനാൽ ഞങ്ങൾക്ക് കേസ് ലീഗലി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രയോജനമൊന്നും ലഭിക്കാറില്ല. എങ്കിലും ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഞങ്ങളൊരു കേസ് ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഈ പൈസ തിരികെ ലഭിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. ഞങ്ങൾക്കത് വലിയൊരു സാമ്പത്തിക ബാധ്യതയാവുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എല്ലാ ദിവസവും ഞാൻ ഡെയിലി ബ്രെഡിൽ പങ്കെടുക്കുന്നതാണ്. ഒരു ദിവസം ഒക്ടോബർ മാസത്തെ ഒരു ഡെയിലി ബ്രെഡിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുകയുണ്ടായി, നിങ്ങളുടെ പണം ആരെങ്കിലും കബളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഫോട്ടോ സമർപ്പിച്ച് ഈ ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടാവുകയും ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ അതിനുശേഷം ജപമാല റാലിയിൽ നിയോഗത്തിൽ പ്രത്യേക എഴുതി സമർപ്പിക്കുകയും അതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് ഞാൻ എഴുതുകയും ചെയ്തു, ഇതെന്നെ കൊണ്ട് അസാധ്യമായ കാര്യമാണെന്ന്. പക്ഷെ അവിടെയാണ് മാതാവിൻ്റെ ഇടപെടലുണ്ടായത്. ഞാൻ ജപമാല റാലി കഴിഞ്ഞ് തിരികെ ഈ കൃപാസനത്തിലൂടെ വാതിൽക്കൽ കൂടെ പാസ് ചെയ്യുമ്പോൾ എന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പോലീസ് ഓഫീസർ എന്നെ വിളിക്കുകയും ഈ കേസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഒരിക്കൽ കൂടി ചോദിച്ചറിയുകയും ചെയ്തു. അതിനുശേഷം 2 ആഴ്ചയ്ക്കുള്ളിൽ, ഇതിന് യാതൊരു പ്രോഗ്രസ്സും ഇല്ലാതിരുന്ന കേസാണ്, 2 ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങളുടെ നഷ്ടപ്പെട്ട പണം പൂർണ്ണമായും ഞങ്ങൾക്ക് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്ത് ഞങ്ങൾക്ക് തിരികെ ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസും കാര്യമെല്ലാം ക്ലോസ് ചെയ്യാൻ പറ്റി. അങ്ങനെ മാതാവ് എനിക്ക് വലിയ 2 അനുഗ്രഹങ്ങളാണ് നൽകിയത്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ കഴിഞ്ഞ 4 വർഷത്തോളമായി വിശുദ്ധ കുർബാന മുടക്കാറില്ല. വിശുദ്ധ കുർബാനയെ അതിയായി സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. പിന്നെ കുടുംബ പ്രാർത്ഥന ഒരു ദിവസം പോലും മുടക്കാറില്ല. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ മാസത്തിൽ ഒരിക്കൽ കുമ്പസാരിച്ചിരുന്നത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ 2 ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കാനും, പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതിനു മുമ്പ് കുമ്പസാരിച്ച് ഒരുങ്ങുകയും ചെയ്യാറുണ്ട്. ഞാൻ സ്ഥിരമായി ബൈബിൾ വായിക്കാറുണ്ട്. ഏതെങ്കിലും ദിവസം ബൈബിൾ വായന മുടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കാരണം അറിയാവുന്ന വചനങ്ങളും ചില സങ്കീർത്തനങ്ങളും ഒക്കെ ഞാൻ ഏറ്റു ചൊല്ലാറുണ്ട് പലതവണ. എനിക്ക് ഈ ഉടമ്പടി എടുത്തത് വഴി വിശുദ്ധ വസ്തുക്കളിലുള്ള കൂടുതൽ വിശ്വാസം ഉണ്ടാവുകയും ഭയം എന്ന കാര്യങ്ങളൊക്കെ മാറുകയും ചെയ്തു. ഏത് കാര്യത്തിനും മാതാവ് ഈശോയും കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാവുകയും ചെയ്തു. നമുക്ക് ഇച്ചിരി കാലതാമസങ്ങളുണ്ടായാലും ഏതൊരു കാര്യങ്ങളും മാതാവിൻ്റെ മധ്യസ്ഥയാൽ നമ്മൾ സമർപ്പിച്ചാൽ അത് നമുക്ക് സാധിച്ചു കിട്ടുമെന്ന ഒരു ബോധ്യമുണ്ടായി. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ഓരോ പ്രാവശ്യം ഉടമ്പടി പുതുക്കുമ്പോഴും ഞാൻ 6 കെട്ട് പത്രം വീതം മേടിച്ച് ബസ് സ്റ്റോപ്പിലും ഫുട്പാത്തിലും ഒക്കെ നിന്ന് പ്രാർത്ഥനാപൂർവ്വം കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞ് മറ്റു വ്യക്തികൾക്ക് ഞാൻ വിതരണം ചെയ്യാറുണ്ട്. ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൊണ്ട് വന്ന് ഞാൻ ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഡെയിലി ബ്രെഡ് പ്രെയർ എല്ലാ ദിവസവും പങ്കെടുക്കുകയും വാട്സപ്പ് വഴി ഞാൻ 125 പേർക്കോളം ഡെയിലി ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. എൻ്റെ കാരുണ്യ പ്രവർത്തനമായിട്ട് എനിക്ക് പരിചയമുള്ളതും അർഹതപ്പെട്ടവരുമായിട്ടുള്ള ചില വ്യക്തികൾക്ക് ഞാൻ സാമ്പത്തികമായും അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിച്ച് നൽകാറുണ്ട്. നിർധനരായ കുട്ടികളെ കെയർ ചെയ്യുന്ന ഒരു ആശ്രമത്തിൽ എന്നാ കഴിയും വിധം ഫുഡും അവർക്ക് വേണ്ടിയ സാധനങ്ങൾ ഞാൻ മേടിച്ച് നൽകുന്നുണ്ട്. ഒരു ഓൾഡ് ഏജ് ഹോമിൽ എന്നാ കഴിയും വിധം ഉള്ള ഫുഡും കാര്യങ്ങളും മേടിച്ച് നൽകുകയും അവിടെയുള്ള ഓരോ വ്യക്തികളെയും ഞാൻ സമീപത്ത് പോയിരുന്ന് അവരോട് സംസാരിക്കുകയും അവരെ സാന്ത്വനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയേറെ നൽകി എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സങ്കീർത്തനങ്ങൾ 119, 151 മുതൽ 53 വരെ തിരുവചനങ്ങൾ. കർത്താവേ, അവിടുന്ന് സമീപസ്ഥനാണ്, അവിടുത്തെ കൽപ്പനകൾ സത്യമാണ്, അങ്ങയുടെ കൽപ്പനകൾ ശാശ്വതമാണെന്ന് പണ്ടേ ഞാൻ അറിഞ്ഞിരിക്കുന്നു. എൻ്റെ സഹനങ്ങൾ കണ്ട് എന്നെ മോചിപ്പിക്കണമേ, എന്തെന്നാൽ ഞാൻ അങ്ങയുടെ നിയമം മറക്കുന്നില്ല. ഷിബു ചെറിയാൻ എന്ന ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിലെ 2 ഗൗരവമുള്ള ജീവിതാനുഭവങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദ്യം സഹോദരന് രുചിയും മണവും പോയ ഒരു പ്രത്യേകമായ ശാരീരിക ക്ലേശാവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ
അമ്മ മാതാവിൻ്റെ ഉടമ്പടി നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ അത് പൂർണ്ണമായി തിരികെ ലഭിച്ചതിനെയാണ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തിയത്. രണ്ടാമത്തത്, ഏറെ വർഷങ്ങൾക്ക് മുമ്പ് പണം കൊടുത്ത് തിരികെ കിട്ടാതെ ആ വ്യക്തി UK പൗരത്വം നേടുകയും അതിൻ്റെ ലീഗൽ മാറ്റേഴ്സ് പോലും ഏറെ ക്ലേശകരമായി തീരുകയും ചെയ്ത സാഹചര്യത്തിൽ കുടുംബം ഏറെ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നുപോയ അവസരത്തിൽ അമ്മയുടെ കരങ്ങളിലേക്ക് നിയോഗം കൊടുത്ത് ശക്തമായി പ്രാർത്ഥിച്ചതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവെച്ചത്. വളരെ പ്രത്യേകിച്ച് അഖണ്ഡ ജപമാല റാലിയിൽ അമ്മയുടെ കരങ്ങളിൽ ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. വാതിലുകളൊക്കെ അടഞ്ഞ് ഇനി യാതൊരു തരത്തിലും പണം തിരികെ കിട്ടില്ലെന്ന് ഏതാണ്ട് ഉറപ്പിച്ച അവസരത്തിലാണ് അമ്മയുടെ കരങ്ങളിലേക്ക് ഈ വിഷയം കൊടുത്ത് ആ ജപമാല റാലിയിൽ കുടുംബം പങ്കുചേരുന്നതെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മകൻ പറയുന്നത്, ആ റാലി പൂർത്തിയാക്കി തിരികെ കൃപാസനം നടവരെ എത്തുമ്പോൾ തന്നെയാണ് വീണ്ടും പോലീസ് ഉദ്യോഗസ്ഥർ വിളിച്ച് ഡീറ്റെയിൽസ് അയക്കുവാനും ഏറെ നാളുകൾ യാതൊരു വഴിയും തെളിയാതെ ഇരുന്ന വിഷയം 2 ആഴ്ചക്കുള്ളിൽ മുഴുവൻ പണവും തിരിച്ചു കിട്ടുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളും അമ്മ മാതാവ് ക്രമീകരിച്ച് കൊടുത്തതെന്ന്. പ്രിയമുള്ളവരെ, നമുക്ക് ഉടമ്പടിയിൽ എപ്പോഴും അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങളാണ് നിയോഗങ്ങളായി സമർപ്പിക്കുന്നത്. ജോസഫച്ചൻ എപ്പോഴും പറയും, ചെറിയ കാര്യങ്ങളൊന്നും നിങ്ങൾ നിയോഗമായി എഴുതി വെക്കരുത്. കാരണം അത് കഴിവുകൊണ്ട് കിട്ടി, അത് എൻ്റെ പരിശ്രമം കൊണ്ട് നേടി, പണം കൊണ്ട് നേടി, അങ്ങനെയൊക്കെ നമുക്ക് ചിന്തകളുണ്ടാകാൻ സാധ്യതയേറെയാണ്. ദൈവനാമത്തെ മഹത്വപ്പെടുത്താതെ നമ്മുടെ കഴിവായി നാം അതിനെ പരിഗണിക്കാറുണ്ട്. എന്നാൽ വാതിലുകളടയുന്ന, ജീവിതം മുന്നോട്ട് പോകുവാനാവാത്ത വിധം നമ്മൾ തന്നെ പ്രയാസപ്പെടുന്ന വലിയ ദുരന്ത വിഷയങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ വ്യക്തമായ അടയാളങ്ങളോടെ അമ്മ മാതാവ് നമ്മുടെ ജീവിതങ്ങളെ എങ്ങനെ കരം പിടിക്കുന്നു, കരകയറ്റുന്നു, സങ്കടങ്ങൾ അകറ്റുന്നു, രോഗങ്ങൾ സുഖം തരുന്നു, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാക്കുന്നു, നമുക്കത് അനുഭവിച്ചറിയുവാൻ സാധിക്കുകയാണ്. സഹോദരൻ ഈ സാക്ഷ്യപ്പെടുത്തിയ 2 മേഖലകളിലും അത് മറ്റു രീതികളിലൊന്നും തിരിച്ചെടുക്കുവാനാവില്ല എന്നറിയുമ്പോഴാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രസക്തിയേറുന്നത്. രുചിയില്ലാത്ത, മണമില്ലാതെ ക്ലേശിച്ചിരുന്ന നാളുകളിൽ പല സാധാരണ പരിശ്രമങ്ങളും നടത്തി അതൊക്കെ പരാജയപ്പെടുമ്പോഴാണ് അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും തിരികെ സാധാരണ നിലയിലേക്ക് വരികയും ചെയ്യുന്നത്. രണ്ടാമത്തത്, ആ പണം ഒരിക്കലും കിട്ടില്ലെന്ന് ഏതാണ്ട് എഴുതി ഉറപ്പിച്ചു നിൽക്കുന്ന സമയത്താണ്, ഒരു കോടതി വ്യവഹാരം പോലും അസാധ്യമായി നിൽക്കുന്ന സമയത്താണ് അമ്മ മാതാവ്, സഞ്ചാരി മാതാവ്, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വേഗത്തിൽ ഇടപെട്ടുകൊണ്ട് എല്ലാ കുരുക്കുകളും പണം തരുവാൻ വേണ്ടിയുള്ള മനസ്സുരുക്കവും ഒക്കെ കൊടുത്തുകൊണ്ട് ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും വളരെ ചുരുങ്ങിയ നാളുകൾ 2 ആഴ്ചക്കുള്ളിൽ ഏറെ നാളായി ഒന്നും നടക്കാതിരുന്നത് കുടുംബത്തിന് അനുഗ്രഹമായി അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്. ഉടമ്പടിയിലൂടെ സഹോദരന് വന്ന വലിയ മാറ്റമാണ് ഏറെ പ്രത്യേകതയുള്ളത്. സഹോദരൻ പറഞ്ഞു, എടുത്ത കാലം മുതൽ തുടർച്ചയായി ദിവ്യബലിയിൽ പങ്കുചേരുന്നു. ദിവ്യബലിയിൽ പങ്കുചേരുക എനിക്കേറെ ഇഷ്ടമുള്ള ഒരു കാര്യവുമാണ്. ഒരു കുർബാന കൂടുക എന്നതിലല്ല, മറിച്ച് എൻ്റെ കർത്താവിൻ്റെ പീഡാസകര മരണ ഉത്ഥാനത്തോടൊപ്പം എൻ്റെ ജീവിതത്തെ ചേർത്ത് വെച്ച്, എൻ്റെ ഞെരുക്കങ്ങളെ ചേർത്ത് വെച്ച് കർത്താവിൻ്റെ മഹത്വം ദർശിക്കുവാൻ പറ്റും വിധം എൻ്റെ ജീവിതത്തെ ഒരുക്കി നിർത്തുവാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. അതാണ് 2 ആഴ്ചയിലൊരിക്കയിലെ കുമ്പസാരത്തിനും സഹോദരൻ സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം നമ്മളെ വിശ്വാസത്തിൽ കൂടുതൽ ഉറപ്പിച്ചുകൊണ്ട് വിശ്വസ്തതയുള്ള ജീവിതം നയിക്കുവാൻ നിരന്തരം സഹായിച്ചുകൊണ്ട് നമുക്ക് സ്വയമേവ സാധിക്കാത്ത എല്ലാ ജീവിത വിഷയങ്ങൾക്ക് മേലും ദൈവിക ഇടപെടലിൽ നമ്മൾ അനുഗ്രഹം പ്രാപിക്കുമെന്ന ബോധ്യത്തിലേക്കാണ് നമ്മളെ നയിക്കുക. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം അൾത്താരയിൽ പങ്കുവെച്ചത്. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. ഈശോയ്ക്കും എൻ്റെ അമ്മ മാതാവിനും കോടാനുകോടി നന്ദി ഞാൻ പറയാണ്. നന്ദിയിലപ്പുറം ഞാൻ ഈ ജന്മം മുഴുവനും എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മ മാതാവിനും ഞാൻ കടപ്പെട്ടവളാണ്. ഞാൻ ആദ്യമായി ഇവിടെ വരുന്നത് ഫെബ്രുവരിയിലാണ്. എൻ്റെ അമ്മയുടെ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് വരുന്നത് ഫെബ്രുവരിയിലാണ്. ഇവിടെ ആദ്യമായിട്ട് വരുന്നത് വരാനുള്ള കാരണം എന്ന് പറയുന്നത്, എൻ്റെ അമ്മയ്ക്കൊരു അപൂർവമായൊരു അസുഖത്തിൻ്റെ പേരൊന്നും അറിയില്ല, എന്ത് അസുഖമാണെന്നും അറിയില്ല, അതിന് മരുന്നുമില്ല.
പക്ഷേ അസുഖം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാനസികമായ വിഭ്രാന്തി, എപ്പോഴും ചില സമയത്ത് പറയണതൊന്നും ഓർമ്മയില്ല, ചെയ്ത കാര്യങ്ങളൊന്നും ഓർമ്മയില്ല, എന്താ പറയണേന്ന് അറിയണില്ല, എന്താ ചെയ്യണേന്ന് അറിയില്ല, ഭക്ഷണം ഇറങ്ങില്ലായിരുന്നു. അതുപോലെ തന്നെ ഉമിനീര് പോലും അമ്മ ഇറക്കില്ലായിരുന്നു. ഒരു മെഡിസിൻ 22 കൊല്ലമായിട്ടൊരു മെഡിസിൻ കഴിക്കുകയാണ്. ആ മെഡിസിൻ്റെ ഒരു ഇതിൽ മാത്രമാണ് ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ. ആ മെഡിസിൻ ഒരു ദിവസം മുടങ്ങിയാൽ ഭക്ഷണം കഴിക്കില്ല. അതുപോലെ ഉമിനീര് വന്നതുമൊക്കെ തുപ്പിക്കളയുമായിരുന്നു. അങ്ങനത്തെ ഒരു രോഗമായിരുന്നു. എന്താണ് അസുഖം എന്ന് ഇന്ന് വരെ ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അതെന്താ അസുഖമാണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ വിഷമത്തോടുകൂടി അങ്ങനെ 22 കൊല്ലമായിട്ട് ആ മെഡിസിൻ ഇങ്ങനെ തുടർച്ചയായിട്ട് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഫെബ്രുവരിയൊക്കെ ആയപ്പോഴേക്കും അമ്മയ്ക്ക് വീണ്ടും അസുഖം വന്നു. അമ്മയ്ക്ക് ഓർമ്മയില്ലാതായി, ഭക്ഷണം കഴിക്കാതെയായി. ഒരാഴ്ചയായിട്ട് ഒന്നും കഴിക്കണില്ല, ഉമിനീര് പോലും വന്നത് തുപ്പി കളയുമായിരുന്നു. അങ്ങനെ എൻ്റെ വല്യമ്മയാണ് ആദ്യമായിട്ട് മോനെ നമുക്ക് അന്നായിരുന്നു അമ്മയടുത്തൊന്ന് കൊണ്ടുപോയി നോക്കാം, കൃപാസനത്തിൽ അമ്മയടുത്തൊന്ന് കൊണ്ടുപോയി നോക്കാം, ഇനി അവസാന വഴി അതേ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല, ഡോക്ടർമാർക്ക് കൊണ്ടുപോയാലും അവർ ചെക്കപ്പ് ചെയ്യുമ്പോഴൊക്കെ ഒരു അസുഖവും ഇല്ല എന്നാണ് പറഞ്ഞു വിടണത്. അപ്പോൾ അങ്ങനെ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വല്യമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഇരട്ട സഹോദരിയാണ്. ഒരുപോലെയാണ് ഇവർ, ഒരേ വയസ്സും ഒരേ പ്രായവും, 5 മിനിറ്റത്തെ വ്യത്യാസമേ ഉള്ളൂ. വല്യമ്മയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞാൻ അന്നത്തെ ദിവസം അമ്മയുടെ അടുത്ത് ഞാൻ ആദ്യം അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ കിട്ടുമെന്ന് കരുതിയാണ് അന്ന് വന്നത്. പക്ഷേ ഇവിടെ വന്ന് ഓഫീസിൽ തിരക്കിയപ്പോഴാണ് അറിയണത് ഉടമ്പടി എടുത്തവർക്കേ അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ കിട്ടുള്ളൂ എന്ന്. അങ്ങനെ ഞങ്ങൾ വിഷമിച്ച് ഞാൻ അമ്മയുടെ മുമ്പിൽ നിന്ന് അടക്കി ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അമ്മ അവിടെ അങ്ങനെ ഇരുന്നതും പെട്ടെന്ന് അമ്മ തല കറങ്ങി അവിടെ തന്നെ വീണു. ആ ഇരുന്ന സ്ഥലത്ത് തന്നെ അമ്മ മറിഞ്ഞു വീണു. അപ്പം എല്ലാവരും ചുറ്റുമുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എല്ലായിടത്തും എല്ലാം ഫുള്ള് കാര്യങ്ങൾ വിവരിക്കാൻ പറ്റാത്തതുകൊണ്ട് തല കറങ്ങി വീണതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അടുത്തുള്ളൊരു ചേച്ചി എനിക്കൊരു കുപ്പി വെള്ളമൊക്കെ തന്നിട്ട് പറഞ്ഞു മോളെ വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യും കാലും കിടന്ന് വിറയ്ക്കുക, എന്താ നമുക്കൊന്നും അറിയില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ പയ്യെ കണ്ണ് തുറന്നിട്ട് എന്നോട് പറഞ്ഞു മോനെ എൻ്റെ അസുഖം എന്തോ കുറഞ്ഞു പോയ പോലെ, എൻ്റെ ശരീരത്തിൽ എന്തോന്ന് ഇറങ്ങിപ്പോയ പോലെ എന്ന് തോന്നണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്താ അമ്മ പറയണേ, ഒന്നും ഉണ്ടാവില്ല, അമ്മ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മനെ കുറച്ച് നേരം കൂടെ 5 മിനിറ്റും കൂടെ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കണ്ണീരോടെ, ഞങ്ങളുടെ കണ്ണീന്ന് ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. കാര്യം അവസാന വഴിയാണ് അമ്മയെടുത്ത്, ഇനി വേറെ പോവാൻ സ്ഥലമോ മരുന്നോ ഒന്നുമില്ല. ആ മരുന്ന് കഴിക്കണ മരുന്നും ഇപ്പം ശരീരത്തിൽ റിയാക്ട് ചെയ്യാതെയായി. കാര്യം അത് കഴിച്ച് ആ മരുന്നും ശരീരത്തിൽ പിടിക്കാതെയായി. വേറെ മെഡിസിനും ഇല്ല, ലാസ്റ്റ് മെഡിസിൻ അതേ ഉള്ളൂ. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളൊരു പൊതി ചോറ് കരുതിയിട്ടുണ്ടെന്ന് എൻ്റെ വല്യമ്മ പറഞ്ഞ് എന്തെങ്കിലും അത്ഭുതം സംഭവിക്കും, ഒരു പൊതി ചോറും കൂടി എടുക്കാം നമുക്ക്, പോണ വഴിക്ക് ചിലപ്പോൾ അമ്മയുടെ സന്നിധിയിൽ വെച്ച് തന്നെ അവളത് കഴിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ഒരു പിടി ചോറ് കയ്യെ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് കുറച്ച് മാറി ഒരു വഴിവക്കിലൊരു സൈഡിലിരുന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് വിശക്കണുണ്ട് നല്ലോണം, എനിക്ക് ചോറ് താന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേഗം ആ ചോറ് പൊതി കഴിച്ച് അമ്മയുടെ കൊടുത്തു. അത്ഭുതം എന്ന് പറയട്ടെ, അമ്മ ആ ചോറ് വേഗം വാരി കൈ നിറച്ചും ഒരു ബുദ്ധിമുട്ടും കൂടാതെ അമ്മ ആ ചോറ് വാരി കഴിച്ചു. അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. കാര്യം അത്ര അമ്മ അങ്ങനെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കണത് ഞങ്ങളങ്ങനെ കണ്ടിട്ടില്ല. അത്രയും നാൾ കൂടിയിട്ട്, ഇത്ര വർഷങ്ങൾ കൂടിയിട്ട് അമ്മ ചോറും പൊതി വാരി നല്ലോണം ആസ്വദിച്ച് കഴിക്കണുണ്ടപ്പോൾ എനിക്ക് എന്താ അത്ഭുതം നടന്നതെന്ന് പോലും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് വീട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഏപ്രിൽ 22 2025 ഉടമ്പടി എടുത്തത്. ഉടമ്പടി കാര്യങ്ങളൊക്കെ നിബന്ധനകളൊക്കെ എന്നാൽ പറ്റുന്ന വിധം ഞാൻ ചെയ്തു പോന്നു. അത് കഴിഞ്ഞിട്ട് പക്ഷെ അമ്മ അപ്പോഴും ഈ ഭക്ഷണമൊക്കെ അമ്മയ്ക്ക് ഇപ്പം കഴിക്കാൻ അത് കഴിഞ്ഞ പിന്നെ അമ്മയ്ക്ക് യാതൊരുവിധ ഭക്ഷണം കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പക്ഷെ മരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി. ഒക്ടോബർ 1 ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഉമിനീര് ഇങ്ങനെ അപ്പോഴും തുപ്പുന്നുണ്ടായിരുന്നു. ഉമിനീര് തുപ്പുന്നത് അമ്മ അപ്പോഴും അമ്മയ്ക്കത് മാറിയിട്ടുണ്ട്. കാര്യം അപ്പം അമ്മ പറയണത് എന്താണെന്ന് വെച്ചാൽ ഉമിനീര് ഇറക്കിയാൽ അമ്മ മരിച്ചു പോകും. അമ്മയ്ക്ക് അങ്ങനത്തെ എന്തോ പൈശാചികമായ ദോഷങ്ങൾ കൊണ്ടാണോ ദുഷ്ടപ്രവൃത്തികളുടെ ശക്തികൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു രോഗം, അപൂർവമായൊരു രോഗം എന്നും അറിയില്ല.
പക്ഷെ അമ്മ പറയണ ആ ഉമിനീരിറക്കി അമ്മ മരിച്ചു പോകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല, അമ്മ ഒന്ന് ഇറക്കി നോക്കുമെന്ന് പറഞ്ഞ് അമ്മ ഇറക്കിയപ്പോൾ അമ്മ പെട്ടെന്ന് ശരീരമൊക്കെ വിറച്ച് അമ്മ നിലത്ത് വീണു. അപ്പം എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് അത് പറ്റാത്തത് കൊണ്ടാണ്, അമ്മ മനഃപൂർവ്വം അല്ല, അത് പറ്റാത്തത് കൊണ്ടാണ് അമ്മ അത് ചെയ്യാത്തതെന്ന് മനസ്സിലായി. അപ്പം ഞങ്ങൾ തീരുമാനമെടുത്തു, അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വേണമെന്ന് മനസ്സിൽ ശക്തമായ തോന്നലുണ്ടായി. അങ്ങനെ ഞങ്ങൾ ഈ കഴിഞ്ഞ 3-ാം തീയതി ഡിസംബർ 3-ാം തീയതി ഇവിടെ വന്നു. എല്ലാം ഞങ്ങൾക്ക് അച്ഛൻ്റെ കാണാനുള്ള അനുവാദം കിട്ടി. അങ്ങനെ അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ നടന്നു. കറക്റ്റ് അച്ഛന് ഞങ്ങൾ 3-ാം തീയതി ഇവിടെ വന്ന് അമ്മേനെ ആ സൈഡിൽ അവിടെ ഇരുത്തി. അമ്മയുടെ ഊഴ ആയപ്പോഴേക്കും അച്ഛൻ കൃത്യം അമ്മയുടെ തൊണ്ടയിൽ 3 കുരിശ് വരച്ചു. എങ്ങനെയാണ് അച്ഛന് കൃത്യമായിട്ട് എൻ്റെ അമ്മയുടെ അസുഖം എങ്ങനെ മനസ്സിലായെന്ന് എനിക്കറിയില്ല. പക്ഷേ അച്ഛൻ എൻ്റെ അമ്മയുടെ തൊണ്ട നോക്കി 3 കുരിശ് തൊണ്ടയിൽ വരച്ചു. ആ ക്ഷണനേരം തന്നെ അമ്മ അമ്മയുടെ വായിൽ വരുന്ന ഉമിനീര് അമ്മ ഇറക്കാൻ തുടങ്ങി. പിന്നെ ഈ നിമിഷം വരെ അമ്മ തുപ്പിയിട്ടില്ല. വായിലുള്ള ഉമിനീരൊന്നും അമ്മ തുപ്പിക്കളഞ്ഞിട്ടില്ല. അത് മുഴുവൻ ഇറക്കുക ചെയ്യണത്. ഇതുവരെ ഒരു പ്രശ്നമോ അമ്മയ്ക്ക് പിന്നെ മാനസികമായ പ്രശ്നങ്ങളോ വിഷമങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ അമ്മയ്ക്ക് ആ സമയത്ത് തന്നെ പിന്നെ ഞങ്ങൾ അന്ന് തൊട്ട് അപ്പം അമ്മ വീട്ടിൽ പോയപ്പോൾ ചോദിച്ചു, മരുന്ന് കഴിക്കണോ മോനെ, ഇനി മരുന്ന് കഴിക്കും. ഞാൻ വേണ്ട അമ്മ, ഇനി മരുന്ന് കഴിക്കണ്ട. കാര്യം അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷക്കാട്ട് വേറെ ഒന്നും നമുക്ക് ഇനി ഇല്ല. അതിനെക്കാട്ടും വലിയൊരു മരുന്ന് ഈ ലോകത്തില്ല. അതുകൊണ്ട് അമ്മ ഇനി മരുന്ന് കഴിക്കണ്ട, ഇന്ന് തൊട്ട് നമുക്ക് ആ മരുന്ന് നിർത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഡിസംബർ 3-ാം തീയതി തൊട്ട് ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇന്ന് വരെ ആ മെഡിസിൻ കഴിച്ചിട്ടില്ല. ഇപ്പം മെഡിസിനൊന്നും ഇല്ലാതെയാണ് മുന്നോട്ട് പോകണം. ഇതുവരെ യാതൊരു കുഴപ്പമില്ല. അമ്മയ്ക്ക് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകണു. ഇതെൻ്റെ അമ്മ മാതാവും എൻ്റെ ഈശോപ്പൻ ഞങ്ങളുടെ കരം പിടിച്ചില്ലായിരുന്നു ഒരിക്കലും ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ അമ്മ ഉണ്ടാവില്ലായിരുന്നു. കാര്യം ഒരാൾക്ക് ഭക്ഷണം കഴിക്കാതെ എത്ര നാൾ ജീവിക്കാൻ പറ്റും? ഏറിപ്പോയ 1 മാസം പോലും സാധിക്കില്ല. പക്ഷെ അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ എൻ്റെ അമ്മ മാതാവ് ഞങ്ങളുടെ കരം പിടിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾക്ക് അമ്മ എന്ന് പറഞ്ഞ ഒരാൾ ഞങ്ങളുടെ അടുത്ത് ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് ആ ഒരു വലിയ അനുഗ്രഹം അമ്മ മാതാവ് ഈശോപ്പയും ഞങ്ങൾക്ക് തന്നതാണെന്ന് ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. അതിന് എൻ്റെ അമ്മ മാതാവ് ഈശോപ്പയോട് ഈ ജന്മം മുഴുവൻ ഞാൻ കടപ്പെട്ടവളാണ്. അതാണ് എൻ്റെ 1-ാമത്തെ സാക്ഷ്യം. എൻ്റെ 2-ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാനൊരു ഡിഗ്രി എക്സാമിന് വേണ്ടി ഒരു കോഴ്സ് പഠിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ BCom കമ്പ്യൂട്ടറാണ് എടുത്തത്. പക്ഷേ കോർപ്പറേഷൻ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് കോർപ്പറേഷനും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിഗ്രി എക്സാമിന് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹോൾ ടിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ തലേ ദിവസം കോളേജിൽ പോയി ഹോൾ ടിക്കറ്റൊക്കെ വാങ്ങി. അപ്പം എന്നെ കോളേജിൽ നിന്ന് അവരൊന്നും പറഞ്ഞു വിട്ടില്ല, വേറെ എന്തെങ്കിലും വേണോ ഒന്നും പറഞ്ഞു വിട്ടില്ല. ഹോൾ ടിക്കറ്റ് വെറുതെ തന്നു വിടുക ചെയ്തത്. പിറ്റേ ദിവസം ഞാൻ എക്സാമിന് 1:30-ക്കാണ് എനിക്ക് എക്സാം. ഞാൻ ഒരു 12:30 ആയപ്പോൾ എത്തിക്കഴിഞ്ഞ് ഞാനിങ്ങനെ ഹോൾ ടിക്കറ്റ് നോക്കി റൂം നമ്പർ നോക്കുകയാണ്, ഏത് റൂമിലാണ് എനിക്ക് ഇരിക്കേണ്ടതെന്ന് നോക്കാൻ വേണ്ടി. ഞാൻ ആ ബോർഡിൽ ഉള്ള നമ്പറും എൻ്റെ ഹോൾ ടിക്കറ്റ് നമ്പറുമായിട്ട് എനിക്ക് ഒത്തു നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 2 കുട്ടികൾ എൻ്റെ പുറകെ വന്നിട്ട് പറഞ്ഞു, ചേച്ചിയുടെ ഹോൾ ടിക്കറ്റിൽ എന്താ ഫോട്ടോ ഇല്ലാത്തത്? ഫോട്ടോയും അതുപോലെ ഫോട്ടോയുടെ മേളിൽ ആരെങ്കിലും അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണം, ഗവൺമെൻറ് സ്റ്റാഫ് ആരെങ്കിലും അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സമയം 12:30 ആയി. എനിക്ക് 1:30-ക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഞാനത് കേട്ടപ്പോൾ എനിക്ക് വെപ്രാളമായി. ഞാൻ വേറെ കുട്ടികളുടെയൊക്കെ നോക്കുക, എല്ലാ കുട്ടികളുടെയും ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്, അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ കയ്യിൽ മാത്രമേ ഇല്ല. അപ്പോൾ ഞാൻ വേഗം ഓഫീസിലോട്ട് ഓടിച്ചെന്നു. ഞാൻ അവിടെ പോയി അവിടുത്തെ സാറിനോട് ചോദിച്ചു, പ്രിൻസിപ്പളോട് ചോദിച്ചു, ഇന്ന പോലെ ഫോട്ടോയും ഇതും അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണോ, ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ, എക്സാം എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു അങ്ങനെ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ ഫോട്ടോ ഇല്ലെങ്കിൽ എഴുതാൻ പറ്റില്ല, അതുപോലെ അറ്റസ്റ്റും ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ പിന്നെ അടുത്ത കൊല്ലം എക്സാം എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വളരെ വിഷമത്തിൽ എൻ്റെ കൈയും കാലും വിറയ്ക്കുക. ഞാൻ വളരെ പ്രതീക്ഷയോടെ എക്സാം എഴുതില്ല, തയ്യാറെടുപ്പോടെ പോയതാണ്. പെട്ടെന്ന് എനിക്കിത് കേട്ടപ്പോൾ, കാര്യം സമയമില്ല, എൻ്റെ മുമ്പിൽ 1:30-ക്ക് എക്സാമാണ്, ആകെ കുറച്ച് സമയത്തിനുള്ളിൽ ഫോട്ടോ കയ്യിലില്ല, ഫോട്ടോ എടുക്കണം, പോയി എടുത്തിട്ടേ ഒട്ടിക്കാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ വിറച്ച് കോളേജിൻ്റെ ഗേറ്റിൻ്റെ വാതിൽക്ക് നിൽക്കുകയാണ്. ബസ് കാത്ത് നിൽക്കുകയാണ്, ഫോട്ടോ എടുക്കാൻ പോണ സ്ഥലത്തേക്ക് ബസ് കാത്ത് നിൽക്കുകയാണ്. പക്ഷെ ഒറ്റ ബസ് വരണില്ല, ആ വഴി അങ്ങനെ ബസ് റൂട്ടുള്ളതല്ല. കുറേ നേരം ഒരു 5-10 മിനിറ്റ് അടുത്ത് ഞാൻ നിന്നു അവിടെ തന്നെ. പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ എൻ്റെ മുമ്പിൽ വന്നു. അപ്പോൾ എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു, നീ അതിന് കൈ കാണിക്കാൻ പറഞ്ഞു. ഞാൻ വേഗം ഓട്ടോറിക്ഷ കൈ കാണിച്ച് ഓട്ടോറിക്ഷക്കാരൻ്റെ മുമ്പിൽ നിർത്തി. അപ്പോൾ ഞാനിങ്ങനെ കരഞ്ഞ് കണ്ണ് കലങ്ങി ഇങ്ങനെ വിറച്ച് നിൽക്കണ്ടപ്പോൾ എന്ത് പറ്റി മോളേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു,
എനിക്ക് എക്സാം 1:30 സ്റ്റാർട്ട് ചെയ്യും, ഫോട്ടോ ഒട്ടിച്ചിട്ടില്ല, അറ്റസ്റ്റ് ചെയ്യിച്ചിട്ടില്ല, ഇത് ചെയ്യാതെ എക്സാം എഴുതിക്കില്ല എന്ന് അവർ പറഞ്ഞപ്പോൾ മോള് കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ വേഗം ഓട്ടോറിക്ഷ കയറി. അച്ഛനെ എന്നെ ഒരു സ്റ്റുഡിയോയുടെ മുമ്പിൽ കൊണ്ട് നിർത്തി വേഗം ഞാൻ ഫോട്ടോ എടുത്തു. 5 മിനിറ്റിനുള്ളിൽ എനിക്ക് 4 ഫോട്ടോ വേഗം എടുത്തു തന്നു. അപ്പോൾ അവിടെ കൊടുക്കാൻ പൈസ ഉണ്ടായില്ല എൻ്റെ കയ്യിൽ. കാര്യം ഞാൻ ആകെ ബസ് കാശ് മാത്രം കയ്യെ പിടിച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ പൈസ ഇല്ല എൻ്റെ കയ്യിൽ. അപ്പോൾ ആ സ്റ്റുഡിയോയിലെ ആൾ പറഞ്ഞു പിന്നെ തന്നാൽ മതി. ആ ചേട്ടനും എനിക്ക് അവിടെയും അമ്മ അനുഗ്രഹം തന്നു. പിന്നെ തന്നാൽ മതി മോൾ, എക്സാം എഴുതി കഴിഞ്ഞിട്ട് വന്നിട്ട് തന്നാലും മതി എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. പിന്നെ നേരെ പോയത് ഒരു ഗവൺമെൻറ് സ്കൂളിലാണ്. ഗവൺമെൻറ് സ്കൂളിൽ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് നിന്ന് അവിടെ നിന്ന് അറ്റസ്റ്റും ചെയ്യിപ്പിച്ച് വാങ്ങിച്ച് ആ ഓട്ടോറിക്ഷയിൽ തന്നെ ആ ചേട്ടൻ തന്നെ എന്നെ തിരിച്ച് കോളേജിൻ്റെ വാതിക്കൽ 1:15 മുമ്പായിട്ട് എന്നെ എക്സാം ഹാളിൽ മുമ്പിൽ കൊണ്ട് നിർത്തി. എന്താ പറയേണ്ടത് എനിക്ക്? ഞാൻ ആ എക്സാം എഴുതാതെ തിരിച്ചു സന്തോഷത്തോടുകൂടി ഞാൻ എക്സാം എഴുതി. ഒരിക്കലും ആ എക്സാം എഴുതാതെ തിരിച്ചു പോരും എന്നാണ് ഞാൻ വിചാരിച്ചത്. കാര്യം 1:30 മുമ്പിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കിട്ടുകയെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. കാര്യം ബസ് വാഹനങ്ങളൊന്നും വരാത്തൊരു റൂട്ടാണ്. കുറേ ഒരു മണിക്കൂറൊക്കെ നിന്നിട്ടാണെങ്കിൽ ഒരു ബസ്സൊക്കെ വരണം. ഒരു ഓട്ടോറിക്ഷ പോലും കിട്ടാത്തൊരു സ്ഥലമാണ്. അതെൻ്റെ അമ്മ മാതാവ് ഓട്ടോറിക്ഷക്കാരൻ്റെ രൂപത്തിൽ എൻ്റെ മുന്നിൽ വന്ന് എൻ്റെ അമ്മ എന്നെക്കാളും കൂടുതൽ എനിക്ക് എന്താ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞ് എൻ്റെ അമ്മ വന്ന് ചെയ്തെന്ന് ഞാൻ പരിപൂർണമായി അടിയുറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ അമ്മ അന്ന് ആ സമയത്ത് അവിടെ വന്നില്ലായിരുന്നു. ആ എക്സാം ഞാൻ ഒരിക്കലും എഴുതില്ലായിരുന്നു. അതെൻ്റെ അമ്മ മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമായിരുന്നു ഞാൻ എന്നും അടിയുറച്ച് വിശ്വസിക്കുന്നു. അതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. 3ാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഡ്രെയിനേജിൻ്റെ പൈപ്പ് റോട്ടിൽ, അതായത് ആൾക്കാരൊക്കെ മെയിൻ റോഡിൻ്റെ സൈഡിൽ കൂടെയാണ് സൈഡ് ക്രോസ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് ഡ്രെയിനേജിൻ്റെ പൈപ്പ് കാനയിലോട്ട്. അപ്പോൾ അതൊരു വട്ടം ബ്ലോക്കായിട്ട് നമ്മുടെ വെള്ളമൊക്കെ റോട്ടിൽ ഇങ്ങനെ റോട്ടിലോട്ട് ഒഴുകുന്ന കണ്ട ആൾക്കാർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞു, നിങ്ങളുടെ പൈപ്പാണെന്ന് തോന്നുന്നു പൊട്ടിയിട്ടിരിക്കുന്നത്, ഭയങ്കര സ്മെല്ലുണ്ട്, ഞങ്ങൾക്ക് വഴിയിലൊക്കെ നടക്കണ്ടേ, നിങ്ങളത് എത്രയും വേഗം ശരിയാക്കണം, ഡ്രെയിനേജിൻ്റെ ഇത് ശരിയാക്കണം, പെട്ടെന്ന് തന്നെ ശരിയാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കും അറിയില്ലായിരുന്നു നമ്മുടെ പൈപ്പാണ് പൊട്ടിയേ. ആൾക്കാരിങ്ങനെ വന്ന് പറഞ്ഞപ്പോഴാണ് അറിയണത് നമ്മുടെ വീട്ടിലെ പൈപ്പാണ് പൊട്ടിയെന്ന്. അപ്പോൾ അച്ഛൻ അന്ന് തന്നെ കുറേ ആൾക്കാരോട് ചോദിച്ചു ഇങ്ങനെ പോലെ ചെയ്തു തരാൻ വേണ്ടിയിട്ട്. പക്ഷെ ആരും ഡ്രെയിനേജിൻ്റെ പൈപ്പായതുകൊണ്ടോ എന്തോ, അതുപോലെ മുനിസിപ്പാലിറ്റിയുടെ സാങ്ഷനൊക്കെ വേണം ഇത് ചെയ്യണമെങ്കിൽ, അപ്പോൾ ആരും അതിന് മുന്നിട്ട് വന്നില്ല ചെയ്യാനായിട്ട്. അങ്ങനെ അമ്മമാതിനോട് വിഷമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ഞങ്ങളപ്പോൾ അന്ന് തലേന്ന് ദിവസം രാത്രി ഞങ്ങളവിടെ അമ്മയുടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, അമ്മേ നാളെ തന്നെ ഇത് ശരിയാക്കണം, കാര്യം അല്ലെങ്കിൽ ആൾക്കാർ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് കംപ്ലൈൻറ്റ് പറയുകയാണ്, നമ്മുടെ പൈപ്പ് വഴി നടക്കാൻ പറ്റില്ല, വഴിയിൽ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് പറയുകയാണ്. അപ്പോൾ അമ്മയുടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അവിടെ. പിറ്റേ ദിവസം ഒരു ചേട്ടൻ നമ്മുടെ ഇത് ശരിയാക്കി തരാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ, കാര്യം ആ ചേട്ടന് പേടിയൊന്നും അല്ലേ, എല്ലാവരും ചോദിച്ചിട്ട് അവർ മുനിസിപ്പാലിറ്റി അവർ പ്രശ്നം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് എല്ലാവരും വഴിമാറി. പക്ഷെ ആ ചേട്ടൻ എന്തുകൊണ്ടും മുന്നിട്ട് വന്ന് കുഴപ്പമില്ല ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ വളരെ കഷ്ടപ്പെട്ടു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബ്ലോക്കിൽ വലിയൊരു കരിങ്കല്ല് ഇങ്ങനെ കയറിയിരിക്കുമായിരുന്നു ആ പൈപ്പിനകത്ത്. അത് വന്ന് ബ്ലോക്കായതാണ്. ആ ചേട്ടൻ വളരെ കഷ്ടപ്പെട്ട് ആ കല്ലെടുത്ത് കളഞ്ഞു. അങ്ങനെ പിന്നീട് ഇന്ന് വരെ ആ ഒരു ബ്ലോക്കോ ഒന്നും വന്നിട്ടില്ല. അതും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ സാധിച്ചതാണ്. ഇതെല്ലാം എൻ്റെ അമ്മ മാതാവ് ഇതുപോലെ ഒത്തിരി ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എന്ന് ഞങ്ങളുടെ കയ്യെ കിട്ടി അന്ന് തൊട്ട് അമ്മ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ മാത്രം, എന്ത് വിഷമം പറയാനും അമ്മ ആ നിമിഷം തന്നെ ഞങ്ങൾക്ക് അത് സാധിച്ചു തരും. ഒത്തിരി അനുഭവങ്ങളുണ്ട്, അതൊന്നും ഇവിടെ പറയാൻ ഇപ്പോൾ പറ്റാത്തത് കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് പറഞ്ഞതേ ഉള്ളൂ. എല്ലാം അമ്മ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഞങ്ങളുടെ കൈ പിടിച്ച് അമ്മ നടത്തുന്നുണ്ട്. ഞങ്ങളെ ഓരോ ദിവസവും അമ്മയെ വിളിച്ചാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഈ ജന്മം മുഴുവൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ അമ്മയെ തിരിച്ചു തന്നതിന് 1000 നന്ദി, 1 കോടി നന്ദി, 1000 നന്ദി പറയുന്നു അമ്മയടുത്ത്. അതുപോലെ എൻ്റെ അമ്മയ്ക്ക് 2 വാക്ക് നന്ദി പറയാനായിട്ട്. എൻ്റെ അസുഖം എൻ്റെ മാതാവ് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്നും ഇരുന്ന് എൻ്റെ അമ്മയോട് പ്രാർത്ഥിക്കും. ഒരു ദിവസം പോലും ഇല്ല ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കാത്തത്. എനിക്ക് തുപ്പലിറക്കി തന്നതിനും എനിക്ക് വെള്ളം കുടിപ്പിച്ചു തന്നതിനും എനിക്ക് ഭക്ഷണമൊക്കെ ഇറക്കി തന്നതിനും എൻ്റെ ഗുളിക നിർത്തി തന്നതിനും എൻ്റെ അമ്മയോടും തിരുകുമാരനോടും കോടാനുകൂടി നന്ദി ഞാൻ പറയുകയാണ്. എന്നും എൻ്റെ അമ്മേനെ മരണം വരെ എൻ്റെ അമ്മേനെ തൊഴുത് അമ്മയോട് പ്രാർത്ഥന ഈ ഒരാഗ്രഹം മാത്രമേ ഇനി എനിക്കുള്ളൂ ജീവിതത്തിൽ. അതെന്നും സാധിച്ചു തരുന്നു അമ്മേ, അത് മാത്രം എനിക്ക് സാധിച്ചു തരണേന്ന് എന്നും എൻ്റെ പ്രാർത്ഥന. എൻ്റെ പേര് ലേഖ, ഞാൻ അനീത്തിയാണ്. എൻ്റെ അമ്മയുടെ അസുഖം മാറാൻ ഞാൻ നിയോഗം സമർപ്പിച്ചിരുന്നു.
അപ്പം ഇത്രയും എൻ്റെ അമ്മയുടെ രോഗം മാറി ഗുളിയൊക്കെ നിർത്തി ഇപ്പോൾ ആഹാരം നല്ലപോലെ കഴിക്കാൻ പറ്റുന്നതിന് ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തിരുന്നത് അമ്മയുടെ പത്രം വീടുകളിൽ കയറി ഇറങ്ങിയാണ് കൊടുക്കാറുള്ളത്. ഞാൻ ബസ് സ്റ്റാൻഡുകളിലൊന്നും അങ്ങനെ കൊടുക്കാനും ഒരുപാട് പേര് ഇങ്ങനെ ചവിട്ടി അങ്ങനെയൊക്കെ കയ്യെ കിട്ടുന്ന സമയം അവരൊന്നും വായിക്കാൻ പോലും ചിലവർ കൂട്ടാക്കാതെ അങ്ങനെ ചവിട്ടിയ രീതിയിലൊക്കെ ഞാൻ കണ്ടപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമമാണ്. അങ്ങനെ ഞാൻ ചിലപ്പോഴൊക്കെ ആ പത്രം എടുത്തുകൊണ്ട് വന്ന് എവിടെയെങ്കിലും കാര്യം അത് വായിക്കാൻ കൂടെ പറ്റാത്ത രീതിയിൽ ആൾക്കാർ വളരെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കണ്ടതുകൊണ്ട് ഞാനത് ചിലപ്പോഴൊക്കെ എടുത്ത് വന്ന് എവിടെയെങ്കിലും ആരും ചവിട്ടാത്ത സ്ഥലത്തൊക്കെ കൊണ്ടുവന്ന് വെക്കാറുണ്ട്. പക്ഷെ ഞാനത് കാരണം വീടുകളിൽ കയറി ചെന്ന് അവരുടെ കൈകളിൽ കൊടുത്തിട്ടാണ് പത്രം കൊടുക്കാറുള്ളത്. എൻ്റെ അമ്മയുടെ അസുഖത്തെക്കുറിച്ച് മാറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് പത്രം കൊടുക്കാറ്. പിന്നെ അതുപോലെ ആരെൻ്റെ കൈ നീട്ടിയാലും എൻ്റെ കയ്യിലുള്ള പോലെ ആ സമയത്തുള്ള പോലെ ഞാൻ പൈസ കൊടുക്കാറുണ്ട്. എൻ്റെ കയ്യിൽ എന്താണോ അന്നേരം ഉള്ളത് അതുപോലെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ആത്മീയമായിട്ട് ഒരുപാട് വളരാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര മനസ്സ് തന്നെ വല്ലാതെ ഞങ്ങളുടെ ഒരു നീറിയ മനസ്സായിരുന്നു. എപ്പോഴും സങ്കടം മാത്രമേ ഉള്ളൂ അമ്മയുടെ കാര്യം. എനിക്ക് ഞാൻ 5ാം ക്ലാസ്സിൽ തുടങ്ങിയപ്പോൾ മുതലാണ് എൻ്റെ അമ്മയുടെ അസുഖം തുടങ്ങിയത്. അപ്പം അന്ന് മുതലേ ഈ അസുഖം കണ്ടുകൊണ്ടാണ് ഇന്നോളം വരെ വളർന്നിട്ടുള്ളത്. ഒരിക്കലും ഒരു സന്തോഷത്തോടെ ഒരു ജീവിതം എല്ലാവരും നയിച്ചിരുന്നത്. അപ്പം ഇപ്പോഴാണ് അമ്മയുടെ ഈ ഒരു രോഗം മാറിയ പിന്നെയാണ് ഇപ്പോഴാണ് മനസ്സ് തുറന്നൊന്ന് സന്തോഷിക്കുന്നതും ചിരിക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ അല്ലാതെ തന്നെ ആത്മീയമായി ഒരുപാട് വളരാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എൻ്റെ അമ്മയുടെ ഉമിനീര് ഇറക്കുന്നത്. അച്ഛനൊരാപത്തും വരരുതേ, അച്ഛൻ്റെ കാലിന് മുള്ളു പോലും കൊള്ളരുതേ എന്ന് എപ്പോഴും അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കും. കാര്യം ഇനിയും അനേകായിരം മക്കൾക്ക് അച്ഛൻ്റെ കൈവപ്പിലൂടെ ഇനിയും ഒരുപാട് മക്കൾ ഉയർത്തെഴുന്നേറ്റ് വരാനുണ്ട്. അതുകൊണ്ട് അച്ഛൻ എന്നും ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇരിക്കാൻ എന്നും അമ്മ മാതാവിനോട് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അച്ഛനെ എന്നും അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യെശയ്യാ 41:10 ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ലക്ഷ്മി എന്ന ഈ മകളുടെ വളരെ ഉടമ്പടിയിൽ അടിയുറച്ച ജീവിത സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. പരിശുദ്ധ അമ്മയിലുള്ള വലിയ ആശ്രയത്വം കുടുംബത്തിൽ എങ്ങനെ അനുഗ്രഹമായി തീർന്നുവെന്ന് മകൾ പങ്കുവയ്ക്കുകയായിരുന്നു. അമ്മയുടെ വളരെ ഗുരുതരമായ ക്ലേശകരമായ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് ഈ കുടുംബം അമ്മ മാതാവിൻ്റെ തിരുനടയിലേക്ക് ആദ്യം പ്രാർത്ഥിക്കുവാൻ വരുന്നത്. ലക്ഷ്മി അത് സൂചിപ്പിച്ചു. ഇവിടെ ദേവാലയ ഫ്രണ്ടിൽ കൊണ്ടുവന്ന അമ്മയെ ഇരുത്തിയപ്പോൾ തന്നെ അമ്മ അവിടെ നിലത്ത് വീഴുകയും വല്ലാതെ അസ്വസ്ഥയാവുകയും ചെയ്തു. എന്നാൽ അല്പനേരത്തിന് ശേഷം നേരെ എഴുന്നേറ്റ് വന്ന് ഭക്ഷണം ചോദിച്ചുവെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഒട്ടും ഭക്ഷണം കഴിക്കാതെ വെള്ളം പോലും ഇറക്കാനാവാതെ രോഗക്ലേശത്തിന് മാത്രമായിരുന്ന ഒരു സഹോദരി അമ്മ മാതാവിൻ്റെ തിരുനടയിൽ വന്ന് അമ്മയെ ഒരു നോക്ക് കണ്ട് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥനയിൽ തന്നെ മുഴുവനായി അമ്മയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ നിമിഷങ്ങളിൽ ലഭിച്ച വലിയ രോഗസൗഖ്യത്തെ, ജീവനിലേക്ക് തിരികെ വരുവാൻ അമ്മ നീട്ടിയ ആ കരബലത്തെ, അതിനെയാണ് മകൾ ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. രണ്ടാമത്തത് ആ രോഗത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പ്രയാസമായിരുന്നു എപ്പോഴും തുപ്പി നടക്കുക, ഉമ്മുനീര് ഉള്ളിലേക്ക് ഇറക്കാനാവാതെ ക്ലേശിക്കുക. അത് മകൾ പറഞ്ഞുവത് ഉടമ്പടി എടുത്തതിന് ശേഷം അച്ഛനെ കാണാൻ വേണ്ടി ചീട്ടെടുക്കുകയും അങ്ങനെ അച്ഛൻ ഇവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത്, കൈവെപ്പ് ശുശ്രൂഷയുടെ സമയത്ത് ഒന്നും അങ്ങോട്ട് പറയാതെ അച്ഛൻ നേരെ തൻ്റെ തള്ളവിരൽ കൊണ്ട് സൈത്ത് പൂശി അമ്മയുടെ തൊണ്ടക്കുടലിൽ 3 തവണ കുരിശടയാളം വരച്ചുവെന്ന്. അന്ന് ആ നിമിഷം എന്തോ വല്ലാതെ ഇറങ്ങിപ്പോകുന്നത് പോലെ സഹോദരിക്ക് അനുഭവപ്പെടുകയും പിന്നീട് ഇന്ന് വരെ ആ തുപ്പി നടക്കുന്ന ശീലത്തിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ ലഭിച്ചു. മരുന്നെല്ലാം നിർത്തി, യാതൊരു മരുന്നും എടുക്കാതെ സാധാരണ പോലെ അമ്മയ്ക്ക് ആരോഗ്യം വീണ്ടും കിട്ടുന്നതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. രണ്ടും ഉടമ്പടി ജീവിതം ഉടനടി പരിഹാരമെന്ന് കൃപാസനം പത്രത്തിൽ നാം നിരന്തരം വായിക്കുന്ന അതേ വാചകങ്ങളാണ് ഈ മകൾ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. അമ്മയുടെ അരികിൽ വന്നൊരു നോക്ക് കണ്ട് ആ നിഷ്കളങ്കമായ ഭക്തിയിൽ, പൂർണ്ണമായ ശരണത്തിൽ, കണ്ണീരോടെ മറ്റൊരിടം ഇനി കൊണ്ടുപോകുവാനില്ല,
അമ്മയുടെ സന്നിധി മാത്രമാണ് അവസാന ആശ്രയം, അല്ലെങ്കിൽ ഇനി മരണമേ ഉള്ളൂ എന്ന അത്ര കണ്ട് ദയനീയമായി ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഈ അമ്മയെ എത്ര കണ്ട് ആരോഗ്യത്തിലേക്ക്, സംരക്ഷണയിലേക്ക് മാറ്റുന്നുവെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടി എടുക്കുന്നവർക്ക് എപ്പോഴും ദൂതന്മാരുടെ സംരക്ഷണം ഉറപ്പാണെന്ന് നാം കാണാറുണ്ട്. അത് വ്യക്തികളായി തന്നെ ഇടപെടുന്നത്, സന്ദേശത്തിലൂടെ കൈമാറുന്നത്, സ്വപ്നത്തിൽ തെളിവുകളും അടയാളങ്ങളും മുന്നോട്ടുള്ള വഴികളും പറഞ്ഞു തരുന്നത് നമുക്ക് അനുഭവിക്കുവാനാവും. മകൾ പറയുന്നുണ്ട്, പരീക്ഷയ്ക്ക് വേണ്ടി ഹാളിൽ ചെല്ലുമ്പോഴാണ് ഹാൾ ടിക്കറ്റിൽ ഫോട്ടോ ഒട്ടിച്ചിട്ടില്ല, ഒരു ഗസറ്റഡ് ഓഫീസർ സിഗ്നേച്ചർ ചെയ്തിട്ടില്ലെന്ന് തിരിച്ചറിയുന്നത്. അത് മറ്റുള്ളവർ പറഞ്ഞ് അറിയുന്ന നിമിഷം മകൾ അതിൻ്റെ ക്ലേശാവസ്ഥ എല്ലാം പറഞ്ഞു. വാഹന സൗകര്യമില്ലാത്ത, വല്ലപ്പോഴും മാത്രം ഏതെങ്കിലും വാഹനം ഓടുന്ന റോഡരികിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നൊരു പിടുത്തവുമില്ല. പരീക്ഷ നഷ്ടപ്പെടുമെന്ന് ഏതാണ്ട് ഉറപ്പാകുമ്പോഴാണ് ഒരു വ്യക്തി ഓട്ടോ നിർത്തുന്നതും പിന്നീട് സ്വന്തമെന്നതുപോലെ കൊണ്ടു നടന്ന് ഫോട്ടോ എടുപ്പിച്ച് സ്കൂളിൽ കൊണ്ടുപോയി ഒപ്പുവെപ്പിച്ച് പരീക്ഷയുടെ സമയത്തിന് മുമ്പ് എത്തിച്ച് മകളെ കൊണ്ട് പരീക്ഷ എഴുതിക്കുന്നത്. മകളത് ഓരോ തവണയും പറയുന്നുണ്ട്, അത് അമ്മ മാതാവ് അയച്ചു തന്ന ഓട്ടോക്കാരനാണ്. കാരണം ഉടമ്പടിയിൽ എപ്പോഴും നമുക്കതങ്ങനെ തിരിച്ചറിയാൻ പറ്റും. നമ്മൾ ജീവിതമാകെ പ്രതിസന്ധിയിലായി, മുന്നോട്ടുള്ള ഗതിയില്ലാതെ, നാം വല്ലാതെ സ്റ്റക്കായി നിൽക്കുമ്പോൾ നമുക്ക് പുതിയ വഴികൾ തുറന്നു തരുവാൻ പുതിയ വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അമ്മ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് മകൾ ഏറ്റുപറഞ്ഞ് ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. മകളുടെ വാക്കുകളിൽ മുഴുവനും അമ്മയോടുള്ള നിഷ്കളങ്കമായ സ്നേഹമാണ്. കുടുംബത്തിലെല്ലാവരും സംസാരിച്ചു. ഓരോരുത്തരും വളരെ എളിമയോടുകൂടി അമ്മയുടെ അരികിൽ അവരുടെ ജീവിതത്തിലേക്ക്, കണ്ണീരിൻ്റെ ജീവിതത്തിലേക്ക്, അനാഥത്വത്തിൻ്റെ ജീവിതത്തിലേക്ക്, ദുഃഖങ്ങളുടെ ജീവിതത്തിലേക്ക്, രോഗങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ എങ്ങനെ കടന്നു വന്ന് ആശ്വാസം, സന്തോഷം, പ്രത്യാശ അത് പകർന്നുവെന്ന് സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ നാം ഏതൊരു നിയോഗം കൊടുക്കുമ്പോഴും നിയോഗത്തിനൊപ്പം ജീവിതം സമർപ്പിക്കുവാൻ നാം തയ്യാറാണെങ്കിൽ അതെപ്പോഴും നമ്മളെ ദൈവിക അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന അടയാളങ്ങൾ നൽകിക്കൊണ്ട് അമ്മ കൂടെയുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കും. അമ്മയുടെ ദിവ്യമായ സാന്നിധ്യം ഈ കുടുംബത്തിൽ അതിൻ്റെ എല്ലാ ക്ലേശ സമയങ്ങളിലും അനുഭവിച്ചത് മക്കൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഡ്രെയിനേജ് വിഷയത്തിലും എല്ലാവരും ഒഴിഞ്ഞു മാറി പോകുമ്പോൾ ഒരു വ്യക്തി മുന്നോട്ട് വന്ന് എല്ലാ കഷ്ടപ്പാടും ഏറ്റെടുത്ത് ആ കുടുംബത്തെ സഹായിച്ചതിനെയും സഹോദരി സൂചിപ്പിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ ഏത് ആപത്തിലകപ്പെട്ടാലും കൂടെ നിന്ന് പരിശുദ്ധമ്മ ദൂതന്മാരെ അയച്ച് നമ്മുടെ ജീവിതങ്ങളെ സംരക്ഷിക്കുമെന്ന് ഈ കുടുംബം ഏറ്റുപറയുകയാണ്. അവൻ പറയുന്നത് പോലെ ചെയ്യുമെന്ന് യോഹന്നാൻ 2:5 ആ ശിഷ്യന്മാരോട് അമ്മ മാതാവ് പറയുന്നത്, ആ ശിഷ്യന്മാർ പ്രവർത്തിക്കുമ്പോൾ അത് അനുഗ്രഹമായി തീരുന്നത് പോലെ ഉടമ്പടിയിൽ നമ്മോട് എന്താണോ പറയുന്നത് അത് ചെയ്യുവാൻ നമ്മൾ തീരുമാനിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് മേൽ ദൈവികമായ പരിഹാരങ്ങൾ, നാം പോലും പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങൾ അമ്മ നമുക്ക് വേണ്ടി നേടിത്തരുന്നതും കൈകളിൽ വെച്ച് തരുന്നതും അനുഭവിക്കുവാനാവും. അതിൻ്റെ സുന്ദരമായ വിശ്വാസ സാക്ഷ്യങ്ങളാണ് ഈ കുടുംബം നമ്മുടെ മുമ്പിൽ പങ്കുവെച്ചത്. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ബോധ്യങ്ങൾക്കും അമ്മ മാതാവിൻ്റെ സംരക്ഷണത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും